പിന്നെ ഒരിക്കലും ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് അല്ല നമ്മളെ നോക്കണ്ടേ. രണ്ടുപേർക്കും ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി ഉണ്ട്, രണ്ടുപേർക്കും കരിയർ എക്സ്പ്ലോർ ചെയ്യണം, രണ്ടുപേർക്കും ജീവിക്കണം. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലോട്ട് വന്നുകൊണ്ടാണ് ശരിക്കും എൻ്റെ പേഴ്സണലിയും അതുപോലെ ഫിനാൻഷ്യലി എനിക്കിപ്പോൾ സ്റ്റേബിൾ ആവാൻ പറ്റും. കിട്ടാം അല്ലെങ്കിൽ മദർ കരിയർ ബ്രേക്കിന് ശേഷം വന്നാലുണ്ടാവുക. MBA കഴിഞ്ഞ് നേരെ കല്യാണം, കുട്ടി, അങ്ങനെ ഒരു 3 years എനിക്ക് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ വർക്കിനേക്കാളും കുറച്ചുകൂടെ പ്രയോറിറ്റി ഫാമിലിയാണ്. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എടുത്ത് പഠിക്കുന്നത്. അപ്പോൾ മോന് 6 month ആണ്. ഫാമിലീൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും എന്തിനാ ഇപ്പോൾ ഇവരെ ജോലിക്ക് ഇടുന്നത്, ഇവരെന്തായാലും അടുക്കളയിലേക്ക് ആ ഒരു സാധനം വന്നു. ഒരു പെർഫോമൻസ് മാർക്കറ്റർ ലീഡായ, ഒരു അമ്മയായ, ഒരു വൈഫായ താങ്കളുടെ ഒരു ഡെയിലി ലൈഫ് എന്ന് പറയാം. കരിയർ ബ്രേക്ക് വന്ന സമയത്ത് ഉണ്ടായ ബിഗ്ഗസ്റ്റ് പെയിൻ എന്തായിരുന്നു? പഠിക്കും, ഞാൻ വർക്ക് ചെയ്യില്ല എന്നറിയാം. ആൻഡ് വീട്ടിലെ കുട്ടിന് പ്രഷർ ഉണ്ടാവും, ഹസ്ബൻഡിന് പ്രഷർ ഉണ്ടാവും, പാരന്റ്സിന് പ്രഷർ ഉണ്ടാവും. പൈസ എന്ന് പറയുന്നത് എൻ്റെ നീഡ് മീറ്റ് ചെയ്യാനല്ലായിരുന്നു. സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ഭിത്തിയിൽ ഒട്ടിച്ചെന്നൊക്കെ പറയാം. ഹായ്, വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് സീരീസ്. നമ്മൾ ചെറിയൊരു ടോക്ക് ഷോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നത്തിങ് എൽസ് ഓവർ കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. നമ്മളൊരു നിങ്ങൾക്ക് ഇൻസൈറ്റ്സ് തരാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ തരാൻ പറ്റുന്ന കുറച്ച് പീപ്പിൾസിനെ നമ്മുടെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നു ആൻഡ് ഗിവിങ് യു ഇൻഫോർമേഷൻ, ദാറ്റ്സ് ഓൾ. സോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് തെസ്നിയാണ്, എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ്. സോ ഐ എം വെൽക്കമിങ് തെസ്നി ടു ദ സ്റ്റേജ്. സോ തെസ്നിയെ എനിക്കൊരു 3-4 years ആയിട്ട് പരിചയമുള്ള ഒരാളാണ്. സോ അതുകൊണ്ട് എനിക്ക് തെസ്നിയെ അറിയാം, പക്ഷെ നിങ്ങൾക്ക് അറിയണമെന്നില്ല. ഞാൻ പറഞ്ഞതിനേക്കാളും നല്ലത് അവളെക്കുറിച്ച് പറയുന്നതിനായിരിക്കും. സോ തെസ്നി, വെൽക്കം ടു അവർ ഷോ. സോ എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ള ചോദ്യം, ആരാണ് തെസ്നി? ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് തെസ്നി. ഞാൻ ബേസിക്കലി വയനാട് നിന്നാണ് വരുന്നത്. മദർ ഓഫ് സയാൻ ആൻഡ് വൈഫ് ഓഫ് താഹ ആക്ച്വലി. യെസ്, പെർഫോമൻസ് മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഗ്രോത്ത് ഫാദർ ഏജൻസിയിൽ ഞാൻ ടീം ലീഡായിട്ട് വർക്ക് ചെയ്യാണ്. പെർഫോമൻസ് മാർക്കറ്റിംഗ് ടീം ലീഡ്, റൈറ്റ്? യെസ് യെസ്. അടിപൊളി. അപ്പോൾ എൻ്റെ ഒരു ജേർണി എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റയർലി വേറൊരു വേർട്ടിക്കൽ നിന്ന് വന്ന ഒരാളാണ്. ഞാൻ MBA ഫിനാൻസ് ആയിരുന്നു. അപ്പം ആ ടൈമിൽ ഞാൻ വിചാരിച്ചിട്ടുള്ള ഫിനാൻസ് ആയിരിക്കും എൻ്റെ കോർ എന്നാണ്. കാരണം ഞാൻ പ്രോബ്ലംസ് ഒക്കെ നന്നായിട്ട് ചെയ്യും. അപ്പം അതല്ല ശരിക്കും ഗുഡാണ്, അതുകൊണ്ടാണ് പെർഫോമൻസ് മാർക്കറ്റിൽ എത്തിപ്പെട്ടത്. യെസ്, അത് ശരിക്കും ആ ഒരു MBA എന്നുള്ളത് എനിക്കിവിടെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ബട്ട് അത് കഴിഞ്ഞ് നമുക്ക് ഒരു സ്റ്റക്കായി എനിക്കൊരു കരിയർ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. MBA കഴിഞ്ഞ് നേരെ കല്യാണം, കുട്ടി, അങ്ങനെ ഒരു 3 years എനിക്ക് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഈ ഒരു ഫിനാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് അങ്ങനെ അങ്ങോട്ട് ജോബ് വർക്ക് ഫ്രം ഹോം കിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ വർക്കിനേക്കാളും കുറച്ചുകൂടെ പ്രയോറിറ്റി ഫാമിലിയാണ്. അപ്പോൾ എനിക്ക് വേറെ പോയി വർക്ക് ചെയ്യുക അതൊന്നും പോസിബിൾ അല്ല. അപ്പോൾ ആ ഒരു സമയത്താണ് ആക്ച്വലി എന്താണ് എനിക്കൊരു നെക്സ്റ്റ് എന്നുള്ളൊരു തോട്ട് വന്നത്. അപ്പം എപ്പോഴും എല്ലാവരും പറയും കൊറോണയിൽ ജോബ് നഷ്ടപ്പെട്ടു എന്ന്. ബട്ട് എനിക്ക് കൊറോണയിലാണ് ജോലി കിട്ടിയത്. യെസ്, 19 ആക്ച്വലി വരുന്നത്. അപ്പം ആ ടൈമിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. കുറേ കാര്യങ്ങൾ ചെയ്തു. റീസെല്ലിങ് ചെയ്തു, ഈ ടൈപ്പിംഗ് ചെയ്തു, ഡ്രസ്സ് മീഷോയില്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ടൈപ്പിംഗ് ചെയ്തു. അപ്പോൾ ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എടുത്ത് പഠിക്കുന്നത്. അപ്പോൾ മോന് 6 month ആണ്. അപ്പം ആക്ച്വലി ഞാൻ അക്കാഡമിക്കലി ഗുഡായിരുന്നു. അപ്പോൾ എനിക്ക് ആ ടൈമിലൊക്കെ എന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചോ, കാരണം ജോബ് ചെയ്യുന്നില്ല. ഫാമിലീൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും എന്തിനാ ഇപ്പോൾ ഇവരെ ജോലിക്ക് ഇടുന്നത്, ഇവരെന്തായാലും അടുക്കളയിലേക്ക് ആ ഒരു സാധനം വന്നു. അപ്പോൾ അതാണ് ശരിക്കും എനിക്കൊരു ട്രിഗർ എന്ന് പറഞ്ഞത്. കാരണം ഞാൻ MBA പഠിക്കുന്ന സമയത്ത് ഞാൻ ഉപ്പാനോട് ഞാൻ പഠിക്കും, ഞാൻ വർക്ക് ചെയ്യില്ല എന്ന് പറയും. കാരണം എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലായിരുന്നു. പക്ഷേ നമ്മൾ പല സിറ്റുവേഷനിൽ പോയ സമയത്താണ് ആക്ച്വലി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത്. പിന്നെ അങ്ങനെ അതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതെ അതെ. പിന്നെ ഇപ്പം ഫസ്റ്റ് ഞാൻ പറയുമ്പോൾ ഞാൻ പ്രൊഡക്റ്റ് ആഡിങ്ങിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നത് വെബ്സൈറ്റിൽ. അപ്പം പെർ പ്രൊഡക്റ്റ് 30 rupees കിട്ടുന്നുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് സാലറി അത് 2019. അപ്പം അതിനകത്ത് എനിക്ക് 1000 ആണ് എൻ്റെ ഫസ്റ്റ് സാലറി. അപ്പം ആ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലോട്ട് വന്നുകൊണ്ടാണ് ശരിക്കും എൻ്റെ പേഴ്സണലിയും അതുപോലെ ഫിനാൻഷ്യലി എനിക്കിപ്പോൾ സ്റ്റേബിൾ ആവാൻ പറ്റിയിട്ടില്ല. അപ്പം അതാണ് എൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. ഓക്കെ. സോ 2019-18 മുതൽ എന്തുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ഗ്രോത്ത് ഫാദർ എന്ന് പറഞ്ഞിട്ടുള്ള ഏജൻസിയിലെ പെർഫോമൻസ് മാർക്കറ്റിംഗ് ലീഡായിട്ട് വർക്ക് ചെയ്യുന്നു, റൈറ്റ്? ഗ്രേറ്റ്, നൈസ് ജേണി. സോ ഈ ഒരു ജേണിൻ്റെ ഇടയിലാണ് നമ്മൾ പരിചയപ്പെടുന്നത്, റൈറ്റ്? സോ നമ്മൾ പരിചയപ്പെട്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? യെസ്, അത് ആക്ച്വലി ഞാൻ സ്റ്റക്കായി നിൽക്കുന്ന സമയത്താണ് ആഫ്താബിനെ പരിചയപ്പെടുന്നത്. കാരണം എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണം എന്ന് മനസ്സിലായി. പക്ഷേ ഇതെന്താ ഇപ്പം എന്ന് പറയുന്നത് നമുക്ക് കുറേ റിസോഴ്സസ് അവൈലബിളാണ്. കാരണം ഈ പിന്നെ യൂട്യൂബിലും എന്തൊക്കെ അന്ന് അത്രയില്ല. അപ്പോൾ എനിക്കിത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്ത് കോഴ്സ് എടുക്കുന്ന ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കുക. അപ്പം ഉമർ അബ്ദുൽ സലാമിൻ്റെ
ഒരു സ്റ്റാറ്റസ് ഞാൻ കണ്ടു. Okay, okay. ആളെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, ബെസ്റ്റ് മാർക്കറ്റർ എന്ന് പറഞ്ഞിട്ട് അഫ്താബിനെ ടാഗ് ചെയ്തു. He's my friend actually. ഓക്കെ. അപ്പം ഞാൻ നേരെ മെസ്സേജ്, ഞാൻ ആക്ച്വലി അങ്ങനെ അയക്കാറില്ല, ഞാൻ കുറച്ചൊരു ഇൻട്രോവേർട്ട്, അത്രയും ഞാൻ അങ്ങനെ. പക്ഷേ അപ്പം എൻ്റെ നീഡായിരുന്നു, എനിക്ക് എന്തെങ്കിലും രക്ഷപ്പെടണം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ അഫ്താബിനോട് കണക്ട് ചെയ്യുന്നത്. ഒരു അഫ്താബാണ് ആക്ച്വലി ആദ്യം എനിക്ക് UAE ഏജൻസിയിൽ ഞാനൊരു 2.5 വർക്ക് ചെയ്തിരുന്നു, 2.5 years. അപ്പോൾ ആ സമയത്ത് എനിക്കൊന്ന് ആ ഒരു അഡ്വർടൈസ്മെന്റ് അഫ്താബാണ് എനിക്ക് അയച്ചു തന്നെ. അവിടെയാണ് ശരിക്കും ഒരു ഏജൻസി എക്സ്പീരിയൻസ് എനിക്ക് തുടങ്ങുന്നത്. അതിൻ്റെ മുന്നേ എന്ന് പറയുന്നത് കാരണം എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള എല്ലാവരും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനൊരു ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയിൽ ആദ്യം കയറി. അപ്പോൾ ആളാണെങ്കിൽ എനിക്ക് ആദ്യം ഈ ഉടമീൻ്റെ കോഴ്സ് എനിക്ക് ആളെടുത്തു തന്നെ. അപ്പം അത് കഴിഞ്ഞ് ബിൽന മാമിൻ്റെ അടുത്ത് പോയി, ബിൽന മാം എനിക്ക് പെർഫോമൻസ് മാർക്കറ്റിംഗ് എടുത്തു തന്നു. പിന്നെ നിയാസ് സാറിൻ്റെ അടുത്ത് വന്നപ്പം ബാക്കി ഈ ടീം ലീഡ്, ഗ്രോത്ത് ഫാദറിലെ ഫൗണ്ടറാണ്. അപ്പോൾ ആളപ്പം എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് ആക്ച്വലി ഇപ്പം ഇന്ന്. പിന്നെ എനിക്കിത് ശരിക്കും ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻറ്റ്, കാരണം ഞാൻ ഫോളോ ചെയ്ത ഒരാളാണ് അഫ്താബ്. അപ്പം ആ ഒരു ആളെ ഒരു സ്പേസ് ഷെയർ ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര എനിക്കെന്നെ ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് ആക്ച്വലി. ഓക്കെ. അപ്പോൾ നീ അന്നും നമ്മൾ എങ്ങനെ പരിചയപ്പെട്ടെങ്കിൽ ഓർമ്മ, നീ പറഞ്ഞപ്പോൾ എനിക്ക് റീകണക്ട് ആയത്. യെസ്, ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചു. ഐ മീൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ച് എങ്ങനെ എൻ്റർ ചെയ്യണം. ബിൽന മാം എന്ന് പറയുമ്പോൾ ബിൽന മാം ദുബായിൽ ഏജൻസി റൺ ചെയ്യുന്നുണ്ട്. ബിൽന മാമിന് ഞാൻ ഏജൻസി കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെയാണ് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കയറി പിറ്റേ മന്ത്. അതെ അങ്ങനെയായിരുന്നു ആ ഒരു കൺസൾട്ടേഷൻ. ആ സമയത്താണ് അവിടെ ഒരു വേക്കൻസി വന്ന് അങ്ങനെ അയച്ചതായിരുന്നു. യെസ്, ഐ റിമെമ്പർ ദാറ്റ്. സോ അപ്പോൾ നീ പറഞ്ഞു ഓൾറെഡി നീ ഒരു പെർഫോമൻസ് മാർക്കറ്റിംഗ് ലീഡറാണ്, റൈറ്റ്? യു ഹാവ് മാനേജിങ് ടീം, റൈറ്റ്? അപ്പോൾ ഒരു പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നീ ഓൾറെഡി ഫിനാൻസ് പഠിച്ചതുകൊണ്ട് ഇറ്റ്സ് ബേസിക്കലി നമ്പേഴ്സ് ഗെയിം, നമ്പറുകളുടെ ഗെയിമാണ്. സോ ആ ഒരു പാട്ട് നിനക്ക് ഈസി ആയിരിക്കും, റൈറ്റ്? ആൻഡ് ടീം മാനേജ്മെൻറ്റ് ഉണ്ടാവും, അതുപോലെ ക്ലയൻറ്റുകളെ പ്രഷർ ഉണ്ടാവും, ടീമിന് പ്രഷർ ഉണ്ടാവും, നിൻ്റെ മാനേജറെ പ്രഷർ ഉണ്ടാവും, ആൻഡ് വീട്ടിലെ കുട്ടിയുടെ പ്രഷർ ഉണ്ടാവും, ഹസ്ബൻഡിൻ്റെ പ്രഷർ ഉണ്ടാവും, പാരൻസിന് പ്രഷർ ഉണ്ടാവും. എങ്ങനെയാണ് നീ അത് ഹാൻഡിൽ ചെയ്യുന്നത്? ആക്ച്വലി ഇപ്പം കുറേ ഞാൻ ഒരു എന്താ പറയുക മാനേജ് ചെയ്യാൻ ഇപ്പം എനിക്ക് പറ്റുന്നുണ്ട്. പക്ഷേ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുമ്പം ആക്ച്വലി 6 month മോന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ആ ടൈമിൽ എന്ന് പറയുന്നത് എനിക്ക് ശരിക്കും ഫാമിലിയിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു. അതായത് ഹസ്ബൻഡിനും ഉമ്മയും ഉപ്പയും നന്നായിട്ട് മോനെ നോക്കി തരും. അത് ശരിക്കും ഞാൻ എപ്പോഴും ഗ്രേറ്റ്ഫുള്ളാണ്. എൻ്റെ ഫാമിലിനേക്കാളും ആ ഒരു പാർട്ട് ഭയങ്കര എനിക്ക് ശരിക്കും ആ ഒരു സപ്പോർട്ട് ഭയങ്കരമാണ്. അപ്പോൾ ഇനിഷ്യൽ ലെവലിലൊക്കെ ഇപ്പം ഹസ്ബൻഡാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല 30 rupees ഈ വർക്ക് ചെയ്യുമ്പം, കാരണം ഹസ്ബൻഡ് ആ ടൈമിലൊന്നും വലിയ ഇഷ്ടമില്ല. എന്തിനാണ് ഈ ചെറിയ പൈസക്ക്, നിനക്ക് വേണമെങ്കിൽ ഒരു മന്തിലെ സാലറി ഞാൻ തരാമെന്നുള്ളൊരിതായിരുന്നു. അപ്പോൾ നമ്മൾ ഒരിക്കലും ഞാൻ ആ ഒരു എൻ്റെ നീഡ്സ്, പൈസ എന്ന് പറയുന്നത് എൻ്റെ നീഡ് മീറ്റ് ചെയ്യാനല്ലായിരുന്നു. എനിക്ക് ആക്ച്വലി 1000 രൂപ അന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അത് നമ്മൾ ഹാർഡ് ഏൺ എടുത്ത മണിയാണ് എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് ആ ഒരു 1000 എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഹസ്ബൻഡിന് മനസ്സിലായി. പിന്നെ മൂപ്പര് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പം മൂപ്പർക്ക് ബാങ്കിൽ വർക്ക് ചെയ്യാൻ പാടില്ല, ടീച്ചിങ്ങിൽ വർക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ എനിക്കിതൊക്കെ ഓഫർ വന്നിരുന്നു. അപ്പം അവിടെയൊക്കെ ഞാൻ സ്റ്റോപ്പായി പോയി. അപ്പം ആ ഒരു ടൈമിൽ പിന്നെ ഹസ്ബൻഡ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഏറ്റവും ഇതെന്ന് വെച്ചാൽ ഞാൻ ടൈപ്പിംഗ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, ഞാൻ ശരിക്കും ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല. ഞാൻ ടൈപ്പ് ചെയ്ത് അന്ന് അയക്കാൻ നേരത്ത് കറണ്ട് പോയി. അന്ന് അയച്ചില്ലെങ്കിൽ അതിന് പേയ്മെന്റ് ഇട്ടില്ല, എന്നിട്ട് എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 2017 മുതൽ, ഐ മീൻ എൻ്റെ 10th സ്റ്റാൻഡേർഡ് മുതൽ ഞാൻ ഏൺ ചെയ്തത് നാളാ. അന്ന് മുതൽ ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്. അന്ന് ഞാൻ ഈ പറഞ്ഞ അപ്പൊ അത് അന്ന് തന്നെ അയച്ചു കൊടുക്കണം. അപ്പൊ അന്ന് എനിക്ക് കറണ്ട് പോയി, എനിക്ക് അങ്ങോട്ട് സങ്കടമായിട്ട്. അപ്പൊ ശരിക്കും കുറേ എന്താ കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിന്ന് ഓരോന്ന് ആ സമയത്തൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ഫാമിലീൻ്റെ സപ്പോർട്ട്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമുക്ക് സ്വന്തം ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചിലവർ പറയും ഞാൻ അച്ചീവ് ചെയ്തു എന്ന്. പക്ഷേ നമ്മളൊരു സോഷ്യൽ ബീയിങ് ആണ്. അപ്പോൾ എന്ന് പറയുന്നത് നമുക്ക് സപ്പോർട്ട് വേണം. കാരണം പിന്നെ നമുക്ക് സപ്പോർട്ട് സീക്ക് ചെയ്യാം. ആക്ച്വലി നമ്മൾ സീക്ക് ചെയ്യില്ല, കാരണം വെച്ചാൽ അത് എൻ്റെ ഡ്യൂട്ടിയാണ്. അങ്ങനെ നമ്മൾ വിചാരിക്കും, പ്രത്യേകിച്ച് ലേഡീസ്. കാരണം എൻ്റെ ഇപ്പോൾ കസിൻസ് ആണെങ്കിലൊക്കെ എൻ്റെ അടുത്ത് പറയും എങ്ങനെയാണ് ഇപ്പോൾ ഇത് മാനേജ് ചെയ്യുന്നത്, കുട്ടീനെ മാനേജ് ചെയ്യുന്നത്. ഞാൻ ജിമ്മിൽ പോകലുണ്ട്. ഞാൻ അപ്പോൾ പറയുന്നത് എനിക്ക് എങ്ങനെ ഈ ടൈം കിട്ടുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഞാനത് ടൈം മാനേജ്മെൻറ്റിൽ ഞാൻ കുറച്ചുകൂടെ ബെറ്ററാണ്. അപ്പം ആ ഒരു കാര്യം, കാരണം എനിക്ക് വേണ്ട സാധനമാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ പ്രയോറിറ്റി അനുസരിച്ച് ചെയ്യും. അപ്പം അതിനകത്ത് ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ആക്ച്വലി എനിക്ക് ഇവിടെ എത്താൻ പറ്റിയത്. ഓക്കെ. ഒരു പെർഫോമൻസ് മാർക്കറ്റർ ലീഡായ, ഒരു അമ്മയായ, ഒരു വൈഫായ താങ്കളുടെ ഒരു ഡെയിലി ലൈഫ് എന്ന് പറയുമോ?
ആക്ച്വലി ഞാൻ ഒരു 5:30 എണീക്കും. ഓക്കെ 5:30 കഴിഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡും കൂടെയാണ് ജിമ്മിൽ പോവുക. ചില സമയത്ത് മോനും വരും. ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആദ്യം ഇപ്പോൾ ഒരു 2 month ആയിട്ട് എനിക്കൊരു മെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ എന്ന് പറയുന്നത് ജസ്റ്റ് പോയി കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാൻ ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കും, അടിച്ചുവാരി തുടയ്ക്കും. പിന്നെ അടിച്ചുവാരി തുടയ്ക്കാൻ ഒരു 1 year ആയിട്ട് റോബോട്ടിന് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിന് മുന്നേ ശരിക്കും അതൊരു 1 year. അതിന്റെ മുന്നേ ഈ ഒരു 7+ years പറയുമ്പോൾ ഫസ്റ്റ് 5 years അതെല്ലാം ഞാൻ തന്നെ. അഡ്വാൻസ്ഡ് ഫാമിലിയാണ്. അപ്പോൾ കാരണം വെച്ചാൽ മറ്റേത് എത്തുന്നില്ല ആക്ച്വലി, അതുകൊണ്ടാണ്. അപ്പം അങ്ങനത്തെ പണികളൊക്കെ ചെയ്യും. അത് ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്നത് വി ആർ ബോത്ത് ആർ ഏർണിംഗ് ഇൻകംസ്. സോ നമ്മളുടെ ലിവിങ് ലൈഫ് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലിവിങ് നമ്മൾ എന്തായാലും ബെറ്റർ ആക്കിക്കൊണ്ടേയിരിക്കണം. പക്ഷെ അതൊക്കെ ഞാനൊരു പോയിന്റ് കഴിഞ്ഞപ്പോൾ റിയലൈസ് ചെയ്തേ, ഫസ്റ്റ് നമ്മൾ അതൊന്നുമില്ല, ഇതൊക്കെ എൻ്റെ ഡ്യൂട്ടി, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യണം. പിന്നെ ഞാൻ റിയലൈസ് ചെയ്യും ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്, പിന്നെ ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കണം. ഇപ്പോൾ ഒരു 1 year ഒക്കെ ആയിട്ട് ആക്ച്വലി അത്ര ഇതില്ല. അതിന് മുന്നേ ഒക്കെ ഈ പണികളൊക്കെ കഴിയും. 9 മണിക്ക് വർക്കിലോട്ട് മോനെ സ്കൂളിൽ വിടും, 9 മണിക്ക് വർക്ക് കയറും, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുക, പിന്നെയും വർക്ക്. പിന്നെ വർക്ക് എന്തൊക്കെയായിരിക്കും ഒരു പെർഫോമൻസ് മാർക്കറ്റർ ലീഡർ, അതുകൂടി ഒന്ന് ഈ ടൈം ലൈനിൽ കൂടെ ഒന്ന് പറഞ്ഞാൽ. ഇത് ആക്ച്വലി നമ്മൾ ഒരു ഫസ്റ്റ് ഒരു 9 o'clock നമ്മൾ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ഒന്ന് ക്ലയൻറ്റിൻ്റെ എല്ലാ ഗ്രൂപ്പും ഒന്ന് ചെക്ക് ചെയ്യും. ഞാൻ എന്തെങ്കിലും വള്ളികളൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇമ്പോർട്ടൻറ്റ് ടാസ്ക്, എനിക്ക് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ടെൻഷനാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് അത് തീരും, പിന്നെ ഞാൻ കുറച്ച് ഫ്രീ ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ പ്രയോറിറ്റി അനുസരിച്ച് ഓരോ ടാസ്ക്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജൂനിയർ ടീംസുമായിട്ട് ഇരിക്കേണ്ടി വരും. പിന്നെ നമുക്ക് ഇൻറ്റേർണൽ മീറ്റിംഗ്സ് ഉണ്ടാവും, ക്ലയൻറ്റ് മീറ്റിംഗ്സ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഇടയ്ക്കായിരിക്കും അക്കൗണ്ട് റെസ്ട്രിക്റ്റഡ് ആയി ഫണ്ട് കയറും. പിന്നെ ജൂനിയർ ടീംസ് അത് നമുക്ക് അങ്ങനെ തീരില്ല. എല്ലാ സമയത്തും ഓരോരോ ഇഷ്യൂസ് വള്ളികൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു 6 o'clock വരെ ഞാൻ വർക്ക് ചെയ്യും. ഫസ്റ്റ് ഇനിഷ്യൽ ലെവലൊക്കെ ശരിക്കും പറഞ്ഞാൽ രാത്രി എല്ലാം വർക്ക് ചെയ്യായിരുന്നു. പിന്നെ ഞാനത് ഇതാക്കി രാത്രി മോൻ്റെ ഒപ്പം ഇരിക്കണം, അങ്ങനെ പ്രയോറിറ്റി ഇതാക്കി. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇവിടെ വന്നല്ലോ, അപ്പോൾ എനിക്ക് ഇന്ന് സാറ്റർഡേ ശരിക്കും അവനുള്ള ടൈമാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ഒരു 2 hours അവൻ്റെ ഒപ്പം കളിച്ചു. അപ്പോൾ ഇപ്പം ഞാനതിന് പണ്ട് എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ഒരു ടൈമിൽ നമ്മൾ അതൊക്കെ കുറച്ച് പ്രയോറിറ്റി കുറയ്ക്കും. ഇപ്പം ആക്ച്വലി ഒന്ന് സ്റ്റേബിൾ ആയപ്പോൾ ഞാൻ ആ ഒരു കാര്യം കറക്റ്റായിട്ട് നോക്കും, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് അടിക്കും. ഏറ്റവും ഇതെന്ന് വെച്ചാൽ നമ്മൾ മോന് കാത്തിരിക്കും ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വർക്ക് ഒക്കെ കഴിഞ്ഞിട്ട് മൂപ്പര് ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ എനിക്കത് ഭയങ്കര അതൊക്കെ ശരിക്കും അതൊക്കെ ഒരു മാം ഗിൽട്ടാണ് ആക്ച്വലി. അതൊക്കെ നമ്മൾ എന്താണെങ്കിലും ഗോ ത്രൂ ചെയ്യണ ഒരു സിറ്റുവേഷൻസ് ആണ്. ഓക്കെ 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 ഒരു പെർഫോമൻസ് മാർക്കറ്റർ എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക ക്ലയൻസിന് വേണ്ടിയിട്ട്? നമ്മൾ ആക്ച്വലി റവന്യൂ ജനറേറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ഈ വാനിറ്റി മെട്രിക്സ് ആക്ച്വലി വാനിറ്റി മെട്രിക്സ് പറയുമ്പോൾ ലൈക്ക് ഷെയർ, കാരണം അതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും നമ്മൾ ആ ഒരു ഇതിൽ കൗണ്ട് ചെയ്യല്ല. നമുക്ക് അവർക്ക് എത്ര റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി ആ കാര്യത്തിലാണ്. അപ്പോൾ ഗ്രോത്ത് എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ മാത്രമാണ് നമ്മളവിടെ വർക്ക് ചെയ്യുക. കാരണം ഇപ്പോൾ നമുക്കറിയാം റിട്ടേൺ ഓൺ റോയാസ് അത് ആക്ച്വലി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ട് കാര്യമില്ല. ലാസ്റ്റ് എൻഡിൽ വരുമ്പോഴത്തേന് കമ്പനി നഷ്ടത്തിലായിരിക്കും. അപ്പോൾ MER അതുപോലെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ടെക്നിക്കൽ ടേംസ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്താൽ നന്നായിരിക്കും. അതെ, അത് ആക്ച്വലി നമ്മൾ ടോട്ടൽ റവന്യൂ എത്ര നമ്മൾ ആഡ് സ്പെൻഡിന് എഗ്നിസ്റ്റ് ആയിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. അപ്പം ഇനിഷ്യലി നമ്മൾ എപ്പോഴും റോയാസ് ആയിരുന്നു കൂടുതലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, ആഡ് സ്പെൻഡിൻ്റെ എഗ്നിസ്റ്റ്. ശരിക്കും അത് മാത്രമല്ലല്ലോ വരുന്നത്, അത് കഴിഞ്ഞ് എത്ര എക്സ്പെൻസ് ഉണ്ട് നമ്മൾ ആക്ച്വലി നമ്മൾ ഏജൻസി ഫീസ് പോലും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പം ആ ഒരു റിയലൈസ്ഡ് റവന്യൂ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഏകദേശം എത്ര ബഡ്ജറ്റ് ഇപ്പോൾ കറന്റ്ലി തെസ്നി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്? ടോട്ടൽ അങ്ങനെ പറഞ്ഞാൽ ആക്ച്വലി എനിക്കത് എന്താണെങ്കിലും ഒരു 1 yearന്റെ അടുത്ത് മന്ത്ലി നമ്മൾ ആഡ് സ്പെൻഡ് ഇതാക്കും. കാരണം എൻ്റെ അണ്ടറിലുള്ള ക്ലയൻറ്റ് മീൻസ് ജൂനിയർ ടീം എല്ലാം കൂടെ നോക്കുമ്പോൾ 1 year പ്ലസ് എന്താണ് ബഡ്ജറ്റ് ഹാൻഡിൽ ചെയ്തത്. നൈസ്, അടിപൊളി. ഓക്കെ, ഇനി ഞാൻ അഗെയിൻ ബാക്ക് ടു യുവർ പേഴ്സണൽ ലൈഫ്. ലൈക്ക് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു ഐ തിങ്ക് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞു, അത് MBA കഴിഞ്ഞപ്പോൾ ആണ് കല്യാണം കാണുന്നത്. ആൻഡ് യു ഹാവ് 1 or 2 years കരിയർ ബ്രേക്ക്, റൈറ്റ്? 2.5. യെസ്. ഒരു കരിയർ ബ്രേക്ക് അത് ഏത് ഇയറിലായിരുന്നു കല്യാണം കഴിയുന്നത്? ഏകദേശം 2018 ഓക്കെ. ആ കരിയർ ബ്രേക്കിൽ നിന്ന് എങ്ങനെയാണ് സാധാരണ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ മലബാർ ഏരിയകളിൽ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിന്നീട് സ്റ്റഡീസും ചിലപ്പോൾ കട്ട് ചെയ്ത് കല്യാണം കഴിയാം, അല്ലെങ്കിൽ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് കല്യാണം കഴിയാം. പല സിറ്റുവേഷൻസ് ഉണ്ട്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ കരിയർ ബ്രേക്ക് ചെയ്യുന്നത് പിന്നെ അവർക്ക് പുള്ള് ചെയ്യാൻ അതിൽ നിന്ന് എണീക്കാൻ പറ്റാറില്ല. ഹൗ യു ഡിഡ് ദാറ്റ്? അത് ആക്ച്വലി ആരും നമ്മളെ പുഷ് ചെയ്യില്ല, നമ്മൾ സ്വന്തം പുഷ് ചെയ്യണം. എനിക്ക് മനസ്സിലായ ഒരു കാര്യം കേട്ടോ. ഇപ്പോൾ നമ്മളോട് പലരും പറയും അത് ചെയ്തോ ഇത് ചെയ്തോ എന്നൊക്കെ, പക്ഷെ നമ്മുടെ ഒരു ഇന്നർ
ഇതിൽ നമുക്ക് അച്ചീവ് ചെയ്യണമെന്നൊരു സാധനം ഉണ്ടെങ്കിൽ നമ്മളത് അച്ചീവ് ചെയ്യും. കാരണം ഞാൻ ശരിക്കും ചെയ്യാത്ത ഒന്നുമില്ല, ചെറിയ ചെറിയ എല്ലാ പണികളും ഇങ്ങനെ റവന്യൂ ആക്ച്വലി പൈസ ഉണ്ടാക്കണം എന്ന് തന്നെയായിരുന്നു. അതിനകത്ത് കരിയർ ഗ്രോത്ത് ഒക്കെ പിന്നെയാണ് ആക്ച്വലി ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ പൈസ ഉണ്ട് എനിക്ക് ആക്ച്വലി ഇപ്പം ഹസ്ബൻഡ് തരായിട്ടോ അല്ലെങ്കിൽ ഉപ്പ തരായിട്ടോ അതൊന്നല്ല, പക്ഷെ നമ്മൾ ഏൺ ചെയ്യാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം. അപ്പോൾ പലരും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്, ഹസ്ബൻഡ് നല്ല റിച്ച് ആയതുകൊണ്ട് അവരങ്ങ് സെറ്റിലാവും, പിന്നെ അവർ ബാക്കി ചെയ്യില്ല. പക്ഷെ അതിനകത്ത് ഞാനെന്ത് ബിലീവ് ചെയ്യുന്നില്ല. നമ്മളെ കാര്യം നമുക്ക് ഇത് പിന്നെ ഒരിക്കലും ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് അല്ല നമ്മളെ നോക്കണ്ടേ. അത് ശരിക്കും ആരെ പറഞ്ഞാൽ ഞാൻ വിചാരിക്കും രണ്ടുപേർക്കും ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി ഉണ്ട്, രണ്ടുപേർക്കും കരിയർ എക്സ്പ്ലോർ ചെയ്യണം, രണ്ടുപേർക്കും ജീവിക്കണം. എപ്പോഴും എന്താ സംഭവിക്കുക, ആണുങ്ങൾ കഷ്ടപ്പെടും, പിന്നെ അവർക്ക് കുറേ കാര്യങ്ങൾ ഇപ്പം എൻ്റെ ഉപ്പ കുറേ കാര്യങ്ങൾ മൂപ്പര് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. കാരണം ആള് നമ്മളെ ബെറ്റർ ആക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തു. പക്ഷെ ആ ഒരു തന്നെ ഇപ്പോഴും ആൾക്കാർ ഫോളോ ചെയ്യരുതെന്നാണ്. കാരണം വൈഫും ഏൺ ചെയ്യണം, ഹസ്ബൻഡും ഏൺ ചെയ്യണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ആൻഡ് വൈ യു ചൂസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? ഐ മീൻ ആ ഒരു കംബാക്കിൽ എന്തുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചൂസ് ചെയ്തു? അത് ആക്ച്വലി ഞാനൊരു മദറാണ് പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് വർക്ക് ഫ്രം ഹോം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പിന്നെ വയനാട് അറിയാലോ, ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കുറവുള്ളതാണ്. അപ്പോൾ എനിക്ക് ഫാമിലി അവിടെ ആക്കിയിട്ട് വരിക എന്നുള്ളത് ഒരിക്കലും ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. അപ്പം എനിക്കിതിങ്ങനെ സ്റ്റഡി ചെയ്തപ്പം ഇതിനകത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലോട്ട് ഞാൻ വരുന്നത്. പിന്നെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം ഈ സോഷ്യൽ മീഡിയ അങ്ങനത്തെ ഒരു ഇതിലോട്ടാണ് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ശരിക്കും അതിനേക്കാളും ഈ നമ്പേഴ്സിൽ റവന്യൂ, കാരണം നമുക്ക് ആ ഒരു ക്ലയൻറ്റിന് ഇത്ര റോയസ് അല്ലെങ്കിൽ റിട്ടേൺ ROI ഒക്കെ ഉണ്ടാകുമ്പോൾ അല്ല അതിന് ഞാൻ ക്രോസ് ചെയ്യും, ഞാനത് ഫുള്ളി അഗ്രി ചെയ്യില്ല. ഈ റോയാസ് അതേപോലെ റിട്ടേൺസ് എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴേ അറിയുള്ളൂ. ഓക്കെ, ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ നീ ആ ഒരു സ്റ്റാർട്ടിങ് സമയത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വരണം എന്നുള്ളത് തോന്നാൻ കാരണം ഈ പറഞ്ഞ വർക്ക് ഫ്രം ഹോം എടുക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ്. അതെ അതെ, അതൊരു മെയിൻ റീസൺ ആണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാം. പിന്നെ നമുക്കൊരു ബിസിനസ് റൺ ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി നമുക്കതിനെ സ്കെയിൽ ചെയ്യാം, ഏജൻസി ലെവൽ വർക്ക് ചെയ്യാം, കൺസൾട്ടൻ്റ്. ആക്ച്വലി ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജിൽ ശരിക്കും നമ്മൾ ജോബ് മീൻസ് അങ്ങോട്ട് തരുമോ എന്നുള്ളൊരു സാധനമായിരിക്കും വരിക. ഓവർ എ പീരീഡ് നമ്മൾ വർക്ക് എടുക്കില്ല. അങ്ങനെയാണ് ശരിക്കും ഇതിൻ്റെ ഒരു ജേണി വരുന്നത് അല്ലേ. ഇപ്പം ഇത് വേണ്ട, നമുക്ക് ഭയങ്കര അപ്പോൾ അത് ശരിക്കും ഈ ഒരു ഫീൽഡിൻ്റെ അഡ്വാൻറ്റേജാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഫീൽഡിൽ വരുന്നവരോട് എനിക്ക് പറയാനുള്ള ഫസ്റ്റ് നമ്മൾ കഷ്ടപ്പെടണം, നല്ല പട്ടിപ്പണി തന്നെ. അത് കഴിഞ്ഞിട്ട് ആക്ച്വലി നമുക്ക് ശരിക്കും ഒരു നല്ല ജോലി എന്താ പറയുക, എല്ലാവരും പേടിയാണ്. ഐ മീൻ ജോലി കിട്ടുമോ ഐ മീൻ ഇനീഷ്യലി അവർ ജോലി കിട്ടാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ കിട്ടിയിട്ട് അതിൽ നിന്ന് വന്ന് ഇപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഓവർഫ്ലോ ആണ്, റൈറ്റ്? അത് നമ്മുടെ സ്കില്ലും നമ്മുടെ റിസൾട്ട് നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ട് ക്ലയൻറ്റ് നമ്മളെ തേടി വരുന്നതാണ്. അതെ അതെ, അങ്ങനെ തന്നെ. നമുക്ക് റെഫറൽ ത്രൂ ശരിക്കും ഇൻഡസ്ട്രിയിൽ ഭയങ്കരമായിട്ട് നമുക്ക് വരുന്നൊരു കാര്യം. പക്ഷെ കഷ്ടപ്പെടാൻ ഇതില്ല, ജസ്റ്റ് ഒരു ആഡ് റൺ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് വരരുത്. കാരണം അത് നമുക്ക് ശരിക്കും അവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുക, ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് തന്നെ ക്ലയൻറ്റ്സ് വരും. തസ്നീം, ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ബ്രേക്കും വന്നിട്ട് ഒരു വീട്ടമ്മയായി 2-3 ഇയേഴ്സ് കരിയർ ബ്രേക്ക് ആയ ആളുകൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള കരിയർ ഓപ്ഷനാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അത് തസ്നീൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ് ആൻഡ് വൈ? യെസ്, ഈ ഒരു കരിയർ ഗ്യാപ്പ് വരുന്നവർക്കും അതുപോലെ എസ്പെഷ്യലി മദേഴ്സിന് സ്പെസിഫിക്കലി പറയാൻ പറ്റും. ഫാമിലിയും കരിയറും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ബെസ്റ്റ് ഒരു ഇൻഡസ്ട്രിയാണ് ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കാരണം നമുക്കിത് വർക്ക് ഫ്രം ഹോം ആക്ച്വലി ഓൾമോസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്, നമുക്ക് ഫ്രീലാൻസ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് ശരിക്കും ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഇപ്പോൾ ഒരു ഇനീഷ്യലി വരുന്ന ഒരു മദർ ആവട്ടെ, നീ പറഞ്ഞ പോലെ തന്നെ മദർ ആവട്ടെ, അവർ എങ്ങനെ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരണം, അല്ലെങ്കിൽ ഏത് ആദ്യം ചൂസ് ചെയ്യും? ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ നേരത്തെ ഡിസ്കസ് പോലെ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്, അതിൽ ഏതിലേക്ക് ആദ്യം ചാടണം? അപ്പം ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് നമ്മളിൽ ഒരു കോഴ്സ് എടുക്കുന്നതിന് മുന്നേ ഞാൻ ചെയ്തൊരു മെത്തേഡ് കേട്ടോ. നമ്മൾ യൂട്യൂബ് കുറച്ച് ഈ ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കണം. നേരെ പോയി കോഴ്സ് എടുക്കുന്നതിനേക്കാളും നല്ല കുറച്ച് യൂട്യൂബ് അതുപോലെ ഈ ഉടമി ചെറിയ കോഴ്സൊക്കെ എടുത്ത് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് ശരിക്കും ഒരു പ്രോപ്പർ കോഴ്സ് എടുത്ത് പഠിക്കണം. നിങ്ങൾ ചിലപ്പോൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് SEO ഏതെങ്കിലും ഒന്നിലോട്ടായിരിക്കും പോകുന്നുണ്ടാവും, ബട്ട് ഇൻഡസ്ട്രീനെ ഓവറോൾ അറിയുന്നത് എപ്പോഴും നമുക്ക് ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. കാരണം നമ്മൾ അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഞാൻ പെർഫോമൻസ് മാർക്കറ്റിങ്ങിൽ ചെയ്യുകയാണെങ്കിൽ ഒരു കൺസൾട്ടിങ്ങിലോട്ട് പോകുമ്പം എനിക്കിതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സാധനം വേണം. അപ്പോൾ എപ്പോഴും ഒരു കോഴ്സ് എടുക്കുന്നത് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പഠിക്കണം. ഒരു കോഴ്സ് എടുത്തുകൊണ്ട് ഒരിക്കലും
നമ്മൾ ഭയങ്കര അടിപൊളിയാവില്ല. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ എന്താ പറയുക ടെസ്റ്റ് ചെയ്യുക, അതിൻ്റെ ആ ഒരു രീതിയിൽ നമ്മൾ തന്നെ ആ ഒരു എക്സ്പ്ലോർ ചെയ്ത് പഠിച്ചാലാണ് ആക്ച്വലി ബെറ്റർ ആയിട്ട്. അത് ഞാനതിന് പറയാറെന്ന് വെച്ചാൽ സെൽഫ് ലേണിംഗ് കാപ്പബിലിറ്റി എന്ന് പറയാറ്. ഇപ്പം നമ്മുടെ സ്റ്റുഡൻസിൽ നമ്മളൊരു യൂണിക് സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും സ്പൂൺ ഫീഡ് ചെയ്യൂല. സ്പൂൺ ഫീഡ് എന്നാലും നമ്മുടെ ഫുഡ് വായിൽ വെച്ച് കൊടുക്കണം, നമ്മളത് ചെയ്യാറില്ല. ഇപ്പോൾ നമ്മുടെ ഒരു നെക്സ്റ്റ് ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് കൊടുത്ത ടാസ്ക് അവരുടെ സ്വോട്ട് അനാലിസിസാണ്. ഓക്കെ, സ്വോട്ട് അനാലിസിസ്, പേഴ്സണാലിറ്റി അനാലിസിസ്, സെൽഫ് ലേണിംഗ് എങ്ങനെ ചെയ്യണം, എങ്ങനെ അതേപോലെ തന്നെ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യണം, എങ്ങനെ ഗോള് സെറ്റ് ചെയ്യണം, ഇങ്ങനത്തെ ഒരു അവരുടെ ബേസിക്കലി അവരുടെ സൈക്കോളജിക്കൽ മോട്ടീവിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനം നമ്മൾ ഫസ്റ്റ് ആദ്യം ട്രെയിനിങ് കൊടുക്കുന്നത്. അത് ബെറ്ററാണ് ആക്ച്വലി. അപ്പം പിന്നെ അവർ കൂടുതൽ പഠിച്ച് ആ ഒരു ഇതിലത്ത് ഇൻഡെപ്തായിട്ട് അവർ തന്നെ എക്സ്പ്ലോർ ചെയ്തോളൂ. അതെ അതെ, ഇത് നമ്മളിപ്പോൾ നമുക്ക് ഡെയിലി എന്താണ് നമ്മളൊരു ടോപ്പിക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൽ നമ്മൾ സ്പെസിഫിക് കാര്യങ്ങൾ അവർക്ക് ടാസ്ക് ആയിട്ട് കൊടുക്കും. നമ്മൾ PPT മാക്സിമം കട്ട് ഷോട്ട് ചെയ്യണം. PPT മാക്സിമം കട്ട് ഷോട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റോറി പറഞ്ഞിട്ട് ഒരു സ്റ്റോറിയിൽ കഥ പറഞ്ഞിട്ടാണ് അവർ പഠിപ്പിക്കുക. ഈ കഥയിലൂടെ നമ്മൾ എന്ത് ചെയ്യും, കുറേ ടോപ്പിക്കുകൾ അവരോട് എന്ത് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ജേണി പറയുന്നത്, എങ്ങനെയാണ് മാർക്കറ്റിംഗ് ഇവോൾവ് ആയത് എന്നുള്ളത്. ഈ മാർക്കറ്റിംഗ് ഇവോൾവ് വിത്ത് ഡേറ്റ് നമ്മൾ പറയും. അത് നമ്മൾ കഥയിൽ ഇങ്ങനെ ആദ്യം ഇങ്ങനെയായിരുന്നു പിന്നെ ഇങ്ങനെയായിരുന്നു എന്ന് പറയും. എന്നിട്ട് നമ്മൾ എന്ത് ചോദിച്ചാൽ ഓക്കെ നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ചിട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇവർക്ക് ഈ കഥ കേട്ടു. ഈ കഥ കേട്ട് ഇവർ ഇതിനെ റിസർച്ച് ചെയ്യുമ്പോൾ യെസ് ഇവർക്കത് എന്ത് ചെയ്യും, ഈ വേർഡ്സുകളൊക്കെ മെമ്മറിയിൽ ഫെമിലിയറായി മാറും. അപ്പോൾ ഇതാണ് നമ്മൾ. അപ്പോൾ ഞാനും ഇതിൽ എനിക്ക് ആഡ് ഓൺ ചെയ്യണമെന്ന് വെച്ചാൽ സെൽഫ് ലേണിംഗ് കാപ്പബിലിറ്റി നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്കിൽ എന്ന് ഞാൻ പറയും. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഈസിലി പഠിച്ചെടുക്കാം. അതിപ്പോൾ അത്ര റിസോഴ്സസ് ഉണ്ട്. കാരണം പഠിക്കാണ്ട് ഇരിക്കുക എന്നുള്ളത് ഒരു റീസൺ അല്ല. മുന്നേക്ക് വെച്ചാൽ നമുക്ക് ഇത്ര റിസോഴ്സസ് ഇല്ല. പക്ഷെ നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ടാവും. അപ്പം അതുകൊണ്ട് ഈ അപ്ഡേറ്റും കാര്യങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളത് കീൻ വാച്ചർ ആയിരിക്കണം. ഓക്കെ, ഈ കരിയർ ബ്രേക്ക് വന്ന ആളുകളോട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചൂസ് ചെയ്യാൻ നല്ലതാണ് എന്ന് പറയാൻ ഒരു 3 റീസൺസ് സ്പെസിഫിക്കലി ഡയറക്റ്റ് പറയാൻ പറ്റും. അങ്ങനെ ചോദിച്ചാൽ ഒന്ന് ആക്ച്വലി വർക്ക് ഫ്രം ഹോം തന്നെ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഫിനാൻഷ്യൽ സ്കെയിലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര, കാരണം നമുക്ക് എത്ര നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യണമെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അത് ശരിക്കും ഇതിൻ്റെ ഒരു ഏറ്റവും. പിന്നെ നമുക്ക് ഫാമിലീനെ ഇതിൻ്റെ ഒപ്പം കൊണ്ടുപോകാം. ഈ 3 കാര്യം ആക്ച്വലി ലാസ്റ്റ് പറഞ്ഞത് നല്ലൊരു ബിഗ് അഡ്വാൻറ്റേജ് ആണ്. കാരണം നമ്മൾ കരിയറിലെല്ലാം അച്ചീവ് ചെയ്തു, ലാസ്റ്റ് നമുക്ക് ഇതൊന്ന് എൻജോയ് ചെയ്യാൻ ഫാമിലി ഇല്ലെങ്കിൽ അവിടെ ഇല്ലല്ലോ. നമുക്ക് ബേസിക്കലി നമുക്ക് പ്രൊഫഷണൽ ലൈഫും അതേപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫും മാനേജ് ചെയ്യാനും സ്കെയിൽ ചെയ്യാനും അതിന് കൂടെ കൊണ്ടുപോകാനും നമുക്ക് പറ്റണം. റൈറ്റ്. ഇപ്പം നിങ്ങളൊരു ഇൻകം നമുക്ക് ഡിഫൈൻ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെ ഇൻകം ഓപ്പർച്യൂണിറ്റീസ് ആണ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലേക്ക് ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു മദർ കരിയർ ബ്രേക്കിന് ശേഷം വന്നാൽ ഉണ്ടാവുക? ഒന്ന് ആക്ച്വലി നമ്മളിത് പഠിച്ചു കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഒരു ജോബ് കയറുമ്പോഴുള്ളൊരു റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും നമുക്ക് ചിലപ്പോൾ ഒരു ഇനിഷ്യൽ 1 to 2 years ചിലപ്പോൾ നമുക്ക് അത് തന്നെ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രി പഠിക്കുക. അപ്പോൾ നമുക്ക് ഇനിഷ്യൽ ലെവലിൽ ഫ്രീലാൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ചിലവർ പെട്ടെന്ന് തന്നെ എടുക്കുന്നവരുണ്ട്. ആ ഒരു ഗ്യാപ്പ് മേ ബി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീലാൻസ് വർക്ക് എടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്ത് എക്സ്പേർട്ട് ആവുന്നതോറും നമുക്ക് ഇതിനെ കൺസൾട്ടിങ് ചെയ്യാം. പിന്നെ ഇതിനെ നമുക്ക് പഠിപ്പിക്കാം. ആക്ച്വലി അക്കാഡമിയിൽ നമുക്ക് ഇതെന്ത് ചെയ്യാം, ട്രെയിനിങ് കൊടുക്കാം. നമുക്ക് സ്വന്തം കോഴ്സ് ലോഞ്ച് ചെയ്യാം. അപ്പം അതിന് ശരിക്കും ഒരു അത്രയും ഓപ്പർച്യൂണിറ്റീസ് ആണ്. നമുക്ക് ഡിഫൈൻ ചെയ്യാം ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ എത്ര ഇൻകം സോഴ്സ് ഇപ്പോൾ ടെക്നിക്കുണ്ട്? ആക്ച്വലി ഞാനിപ്പം ഗ്രോത്ത് ഫാദറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ കൺസൾട്ടിങ് ചെയ്യുന്നുണ്ട്, അക്കാഡമിയിൽ പഠിപ്പിക്കുന്നുണ്ട്, ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന്റെ എല്ലാ ഒരു മേഖല ആക്ച്വലി ഞാനിപ്പോൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോഴും നിനക്ക് നിന്റെ ഫാമിലി ലൈഫ് കൊണ്ടുപോകാൻ പറ്റുന്നത്. അതാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. സോ തസ്നി, ഞാൻ മനസ്സിലാക്കണം നീ ഒരു ഡിഗ്രി റാങ്ക് ഹോൾഡറാണ്, റൈറ്റ്? ഓക്കെ, ആ ഡിഗ്രി റാങ്ക് ഹോൾഡർ ആയി നീ കരിയർ ബ്രേക്ക് വന്നു ആൻഡ് അഗെയിൻ സ്റ്റാർട്ടഡ്, റൈറ്റ്? അഗെയിൻ സ്റ്റാർട്ടഡ് ഇൻ ടു കരിയർ. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു നീ പഠിച്ചതും അതേപോലെ തന്നെ ഇപ്പോൾ നീ ചെയ്യുന്ന കാര്യങ്ങളും തമ്മിലുള്ള ആ ഡിഗ്രി റാങ്ക് ഹോൾഡറെ കുറിച്ചൊന്ന് പറയണേ. അത് ആക്ച്വലി ഞാൻ BBA കഴിഞ്ഞ ആക്ച്വലി റാങ്ക് ഹോൾഡർ. എനിക്ക് 97% മാർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറയുന്നത് എൻ്റെ ഉപ്പ എപ്പോഴും എന്നെ പറ്റി ഭയങ്കര പ്രൗഡാണ്. ഞാനിങ്ങനെ നന്നായി പഠിക്കുന്നുണ്ട്.
അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഇതുപോലെ കല്യാണം പെട്ടെന്നായി. കാരണം ഈ കല്യാണത്തിൻ്റെയൊക്കെ ആകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നടന്നു. അപ്പം എനിക്കങ്ങനെ എന്താ പറയുക, ആ ഒരു ബ്രേക്ക് അത്യാവശ്യമായിരുന്നു. അപ്പോൾ എനിക്കത് എടുക്കാണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് നമുക്കില്ലേ പറയല്ലോ, ഈ മാർക്ക് ഉണ്ടായിട്ട് എന്താ കാര്യം, നീ ഒന്നും ചെയ്യണില്ല, കുറേ വെറുതെ പഠിക്കണം, അങ്ങനെ കുറേ ബ്ലെയിം കിട്ടിയിട്ടുണ്ടല്ലേ? ഇഷ്ടം പോലെ. എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സ് തന്നെ ഗ്രൂപ്പിൽ വെറുതെ ആയിരിക്കും, നിന്റെ ഫോട്ടോ മറ്റേ എന്താ പറയുക സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ഭിത്തിയിൽ ഒട്ടിച്ചോന്നൊക്കെ പറയാം. അവർ ഭയങ്കര ഫണ്ണായിട്ട് പറയാം. പക്ഷെ എനിക്ക് ആക്ച്വലി അത് ഭയങ്കര ഫീലായിരുന്നു. പിന്നെ പിന്നെ എൻ്റെ കസിൻസൊക്കെ എന്നൊക്കെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഇപ്പം പഠിക്കാൻ വിടുമ്പോൾ എന്തിനാണ് ഇപ്പം തെസ്ന ഉണ്ടല്ലേ, അവളിപ്പോൾ അടുക്കളയിലല്ലേ, അപ്പോൾ അതൊക്കെ പറയുമ്പോൾ എനിക്ക് അപ്പം ഞാൻ ചിരിക്കും. പക്ഷെ എനിക്കത് ഭയങ്കര വിഷമമാണ്. കാരണം അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ആക്ച്വലി എന്നെ ഒന്ന് എന്താ പറയുക, എനിക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു സാധനം ഉണ്ടാക്കി. എനിക്ക് തോന്നുന്നത് അത് എല്ലാവർക്കും ഉണ്ടാകും, എല്ലാവരും പറയാത്തതാണ് ആക്ച്വലി. ഇപ്പോൾ നമ്മളാണെങ്കിൽ വെറുതെ ചിലപ്പം ചോദിക്കും, അവർ ഡിഗ്രി ഉണ്ടാ ജോലിയൊന്നുമില്ലേ, നമ്മൾ ജസ്റ്റ് ചോദിക്കുമല്ലോ, പക്ഷെ അപ്പുറത്ത് എങ്ങനെ ഫീൽ ചെയ്യുന്നത് നമ്മൾ അത്ര തിങ്ക് ചെയ്യില്ല. അപ്പോൾ അത് ശരിക്കും ഭയങ്കര ഒരു ഇതാണ്. അപ്പം ഇങ്ങനത്തെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുണ്ട് ഈ ഒരു സിറ്റുവേഷനിലുള്ളവർ. അതിൻ്റെ സ്വന്തം ഒരു എഫേർട്ട് ഇട്ട് പുറത്ത് വരുന്നോട് രക്ഷപ്പെടും. അല്ലാണെങ്കിൽ അതെൻ്റെ വിധി എന്ന് പറഞ്ഞിരുന്നാൽ ആക്ച്വലി അങ്ങനെ തന്നെ ഇരിക്കും. എൻ്റെ കൂടെ പഠിച്ച 10ാം ക്ലാസ് പഠിച്ച ആളുകളുണ്ട്, +2 പഠിച്ച ആളുകളുണ്ട്, ഡിഗ്രി ഞാൻ പോളിടെക്നിക് പഠിച്ച ആളുകളുണ്ട്. അതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഈ സിമിലർ സ്റ്റേജിലാണുള്ളത്. വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾ, ഐ മീൻ ആഫ്റ്റർ മാരേജ് ബ്രേക്ക് വന്നവരാണ്. അതിൽ നിന്നൊരു പുൾ ബാക്ക് വരണമെന്നുള്ളത്. ഓക്കെ, അങ്ങനെ നീ നേരത്തെ പറഞ്ഞ അടുക്കളയിൽ നിൽക്കുന്ന കരിയർ ബ്രേക്ക് ആയിട്ടുള്ള ആളുകളോട് നിങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആക്ച്വലി അവർക്ക് എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ്ഫുൾ ആവും എന്നുകൂടി പറയണം. അതെ, ആക്ച്വലി ഇപ്പം നമ്മളെ കുട്ടികൾ വലുതായി ഭർത്താവ് സെറ്റായിട്ട് നമ്മളത് കരിയർ സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ പറയാം, അപ്പോഴത്തേനും ടൈം കഴിയും. കാരണം ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയാം, ഓരോ ഇയറിലല്ല ആക്ച്വലി മന്ത്ലി ഡെയിലി പുതിയ അപ്ഡേറ്റ് വന്നത്. അപ്പോൾ അത്രയും ഇത് ഇവോൾവിങ് ആണ്. ആക്ച്വലി നമുക്കത് നാളെന്ന് വെച്ച് നിൽക്കരുത്, എനിക്ക് പറയാനുള്ളത് അതാ. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ 360 ഡിഗ്രി മാർക്കറ്റിംഗ് സ്കൂൾ, കാരണം പ്രാക്ടിക്കലി നമ്മളെ ശരിക്കും അപ്പ് സ്കിൽ ചെയ്ത് നമുക്ക് ബെറ്റർ പൊസിഷനിങ് തരുന്ന ഒരുപാട് പിന്നെ അക്കാഡമീസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ യൂസ് ചെയ്യുക. കാരണം ഓൺലൈനാണ് ക്ലാസ്, നമുക്ക് പണ്ട് ഓഫ്ലൈനാണ്. കാരണം ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുമ്പോൾ കൊറോണ ആയതുകൊണ്ട് അവർ ഓൺലൈനിൽ കൊടുത്തതാണ്. ശരിക്കും അതിന് ഓഫ്ലൈൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം എന്ന് പറയുന്നത് നമുക്ക് അത്ര ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 1 അവർ ചിലപ്പോൾ രാത്രി എക്സ്ട്രാ ഇരിക്കേണ്ടി വരും. പക്ഷെ അത് നമ്മൾ ഇരിക്കണം. നമ്മളവിടെ ആ ഒരു 1 അവർ നമുക്ക് വേണ്ടി, കാരണം നമ്മുടെ പാരൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്യും, ഹസ്ബൻഡിന് ചെയ്യും, കുട്ടിക്ക് ചെയ്യും. നമുക്ക് 1 അവർ മാത്രം കിട്ടില്ല, അത് കിട്ടും. അത് ആക്ച്വലി നമ്മളത് എന്താ പറയുക ഐഡൻറ്റിഫൈ ചെയ്യാത്ത ഒരു 1 അവർ എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാവരും ഞാൻ പറയുമ്പം ഇപ്പോൾ ഹൗസ് വൈഫ് ആണെങ്കിലും നമുക്കിപ്പോൾ അത്രയും ഓപ്പർച്യൂണിറ്റി ഓൺലൈൻ ക്ലാസ്സസ് തന്നെ ഉണ്ട്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, എന്നിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് വരിക എന്നുള്ളതാണ്. എത്രത്തോളം ഇൻകം ഏൺ ചെയ്യാൻ പറ്റും ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ? ഐ മീൻ ഇപ്പോഴത്തെ സ്റ്റേജില്ല, ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഈ പറഞ്ഞ ഒരു കരിയർ ബ്രേക്ക് വന്ന ആളുകൾക്ക് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 6 to 9 months ഒരു പരിധി വരെ അവർക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അതല്ലെങ്കിൽ സെൽഫ് ലേണോ ഒക്കെ ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ ഒരു ഫസ്റ്റ് ഇൻകം സോഴ്സുകൾ എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്? ഫസ്റ്റ് ആക്ച്വലി യൂഷ്വലി വരുന്നതെന്ന് വെച്ചാൽ ഒരു ഇൻറ്റേണായിട്ട് ഇവർ കയറേണ്ടി വരും. കാരണം നേരെ ഹയർ ചെയ്യുക എന്നുള്ളത് പല ഏജൻസികളും അല്ലെങ്കിൽ ഒരു കമ്പനീസും അത്ര പ്രിഫർ ചെയ്യില്ല. അപ്പോൾ ഒരു 8,000 10,000 റേഞ്ചിൽ ആക്ച്വലി നമുക്ക് ഇൻറ്റേണായിട്ട് കയറുമ്പോഴും നമുക്ക് കിട്ടും. അപ്പോൾ അത് ആക്ച്വലി ഒരു 3 month ഒക്കെ നമ്മൾ അത്ര എക്സ്പെക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളവിടെ ഒരു എക്സ്പെർട്ടൈസ് അവിടെ നിങ്ങൾ കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആക്ച്വലി ഒരു എക്സിക്യൂട്ടീവ് ലെവൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരു 25 നമ്മുടെ സ്കെയിലിംഗ് പോകും. പിന്നെ സീനിയർ റോളിലോട്ട് വരുമ്പോൾ ഒരു 40, പിന്നെ നമ്മുടെ ടീം ലീഡിൽ വരുമ്പോൾ 50+. പിന്നെ ആ ടൈമിലാകുമ്പോഴേക്കും എങ്ങനെയാണ് നമുക്ക് അതർ ഇൻകം സോഴ്സസ് വരും. കാരണം നമുക്ക് റെഫറൽ ത്രൂ നമുക്ക് വരും, നമുക്ക് ഫ്രീലാൻസ് അങ്ങനെ ഒരു 1 lakh+ നമുക്ക് ഈസി ആയിട്ട് ഏൺ ചെയ്യാന്നുള്ളതാണ്. പക്ഷേ അതിലൊരു 3 years എങ്കിലും കഴിയണം. 3 years, യെസ്. അത് ഒരു ജേർണിയിൽ ഞാൻ പറഞ്ഞു, ഒരു 3 years കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലെവലിലൊക്കെ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ നിങ്ങൾക്ക് എത്ര ടൈമും എത്ര ഇതുണ്ട് എന്നുള്ള ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം നമുക്ക് എത്ര ഇൻകം വേണം. ഈ 3 years എന്നുള്ളത് കട്ട് ഷോട്ട് ചെയ്യാൻ പറ്റും ഇഫ് വി ഡു നമ്മൾ അത്രയും പാഷനേറ്റ് ആയിട്ട് ആ ഫസ്റ്റ് ഇയർ തന്നെ നല്ല രീതിയിൽ ഇൻവോൾവ് ആയിട്ട് ഡെപ്ത് ആയിട്ട് പഠിച്ച് റിസൾട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക്
അവിടെ ആക്ച്വലി എക്സ്പീരിയൻസ് മാറ്റർ അല്ല. കാരണം എങ്ങനെയാ വെച്ചാൽ എന്താ, നമ്മളെ ഒരു കമ്പനീനെ പ്രോഫിറ്റബിൾ ആക്കിയ പിന്നെ അവിടെ എന്താ ക്വസ്റ്റ്യന്, നമ്മൾ എത്ര ഇയേഴ്സ് വർക്ക് ചെയ്ത് എന്നുള്ളത് മാറ്റർ അല്ല. നമ്പർ ഓഫ് ഇയേഴ്സിനേക്കാളും റിസൾട്ട്സ് ആയിരിക്കും അവിടെ ഇമ്പോർട്ടൻസ്. ആ റിസൾട്ട് നമുക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് ഇയറിൽ തന്നെ നമുക്ക് ഇൻകം ഡബിൾ ചെയ്യാൻ പറ്റും. ഞാൻ ഈ കൺസൾട്ടിംഗ് ഒക്കെ ഒരു ഏജൻസിയിലൊക്കെ ആകുമ്പോൾ നമ്മൾ റിസൾട്ട് കൊടുക്കുമ്പോൾ തന്നെ ഓൾറെഡി നമ്മളെ അവിടെ അപ്രൈസിൽ നമുക്ക് കിട്ടും. കാരണം ഒരു കമ്പനിയെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ അസറ്റായി ഏജൻസിൻ്റെ, പിന്നെ നമുക്ക് അപ്രൈസിൽ ഓട്ടോമാറ്റിക്കലി വരും. ഞാനിനി ഒരു തെസ്റ്റിനെ അതിൻ്റെ റൗണ്ടിൽ ഒരു 3 ഇതുള്ളതോ, കരിയർ ഉണ്ട്, ഫാമിലി ഉണ്ട് ആൻഡ് തെസ്നി ഉണ്ട്. ഈ 3 പെർസ്പെക്റ്റീവിൽ ഇപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്ത്, ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് നിനക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണ്? ആക്ച്വലി അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ കമ്പനിയിലും ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ലേൺ ചെയ്യാൻ പുഷ് ചെയ്യുന്നവരാ. എനിക്കറിയില്ല, ചിലപ്പം എല്ലാ ഏജൻസിയിലും അങ്ങനെയാണോ എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബാംഗ്ലൂർ ബേസ്ഡ് ഒരു കമ്പനിയിലാണ്. പ്രശാന്ത് സാറ്, കാരണം ആളാണ് ആക്ച്വലി എനിക്ക് ആ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനൊക്കെ സപ്പോർട്ട് ചെയ്തത്. പിന്നെ പറഞ്ഞ ബില്ല മാം, നിയാസ് സാറ്, ഇവരൊക്കെ എനിക്ക് നല്ലൊരു പുഷാണല്ലോ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, അപ്പം ഒരു നല്ല സർക്കിൾ എനിക്കുണ്ടായിരുന്നു. കാരണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ കാര്യത്തിൽ ഫാമിലി എന്നുള്ളതിനേക്കാളും എനിക്ക് എക്സ്റ്റേണൽ സപ്പോർട്ട് ഭയങ്കര. ഇപ്പം അഫ്താബ്, എനിക്ക് ആക്ച്വലി ആ ഒരു ഏജൻസി വർക്ക് സ്റ്റാർട്ട് ചെയ്തത് അഫ്താബിൻ്റെ ഒരു ഇതിൽ. അപ്പം അങ്ങനെ കുറേ നല്ല കണക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അഡ്വാൻറ്റേജ് ഈ പറഞ്ഞാൽ, പിന്നെ നമുക്ക് ഈ ഒരു സപ്പോർട്ട് ഫാമിലി എന്നുള്ളത് അതും അഡ്വാൻറ്റേജ് തന്നെയാണ്. ഡിസഡ്വാൻറ്റേജ് വെച്ചാൽ ഇനിഷ്യൽ ലെവൽ ആക്ച്വലി നമ്മൾ അത്യാവശ്യം നന്നായിട്ട് പുഷ് ചെയ്യണം, ഒരുപാട് സാക്രിഫൈസ്. അതായത് നമ്മൾ മക്കളെ ഒരു 6 മാസം എന്ന് പറയുമ്പോൾ അത്രയും ചെറിയ കുട്ടിയാണ്. അപ്പോൾ അതിന് ശരിക്കും ഞാൻ എപ്പോഴും ഭയങ്കര താങ്ക്ഫുൾ ആയിട്ട് എൻ്റെ മോൻ്റെ അടുത്ത്. കാരണം കുറേ എൻ്റെ അടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചെറുതാണെങ്കിലും. ഇപ്പോഴാണെങ്കിലും ഒരു 2 years ഒക്കെ ആയാൽ വന്ന വേഗം സംസാരിക്കില്ല, ഉമ്മ മീറ്റിങ്ങിലാണെന്ന് ചോദിക്കും. അപ്പോൾ അവനൊരു ഓർമ്മ വന്ന മുതൽ ഞാൻ ഈ ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പം അതാണ് എനിക്ക് ശരിക്കും ഒരു എൻ്റെ മോനായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യുന്ന ഇനിഷ്യൽ ലെവലിൽ നല്ല കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ആക്ച്വലി എനിക്കതിന് കുറച്ചുകൂടെ സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിൽ ആ ഒരു പാർട്ട് ഇനിഷ്യൽ ലെവലിൽ ഒരു സ്ട്രഗിളിങ് തന്നെയായിരുന്നു. ഇതിൽ ഈ ഒരു ജേർണി നിനക്ക് ലോസ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ലോസ് ആക്ച്വലി ഞാൻ എപ്പോഴും ഗ്രേറ്റ്ഫുള്ളാണ്. ഞാനിവിടെ ഇരിക്കുമ്പോഴും കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആക്ച്വലി. ഇപ്പം ഞാൻ ഇപ്പം MBA കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല എൻ്റെ കരിയർ ഒന്നും പോയത്. അപ്പം നമ്മളിപ്പം കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും വേറൊരു രീതിയിലാണ് വർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായെങ്കിലും അതൊന്നും ഞാനിപ്പോൾ ആലോചിക്കുന്നത്, അതൊക്കെ എനിക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് ഇപ്പം ഞാൻ കാണിക്കുന്നത്. അന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് അതൊക്കെ അഡ്വാൻറ്റേജ്. അപ്പം ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. എനിക്ക് അങ്ങനെ ഒരു ഇത് പറയാനില്ല ആക്ച്വലി. അടിപൊളി. ഓക്കെ, ഈ കരിയർ ബ്രേക്ക് വന്ന സമയത്ത് ഉണ്ടായ ബിഗ്ഗസ്റ്റ് പെയിൻ എന്തായിരുന്നു? ആക്ച്വലി എല്ലാവർക്കും ഒരു പുച്ഛായിരിക്കും സത്യം പറഞ്ഞാല്. പക്ഷെ ആ പെയിൻ ഫയറായി മാറി. അത് 2 രീതിയിലുണ്ടാവും. ഒന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ഇത് വരുമ്പം നമ്മൾ പിന്നെയും തളർന്നു, എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂല എന്നുള്ളൊരു സാധനം വരും. പക്ഷെ എനിക്ക് രക്ഷപ്പെടണം എന്ന് എനിക്ക് ഭയങ്കര, കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉപ്പാനോട് ഞാൻ പഠിക്കും വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ ഒരാൾ എനിക്ക് വർക്ക് ചെയ്യണം എന്നുള്ളൊരു സ്റ്റേജിലോട്ട് മാറ്റി. അതാണ് ആക്ച്വലി അതിൻ്റെ ഒരു. ഓക്കെ. ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് ചൂസ് ചെയ്യാനുണ്ടായ സിറ്റുവേഷൻ, ഇസ് ഇറ്റ് ഫ്രം എ പേഴ്സൺ ആണോ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾ ചൂസ് ചെയ്തത്? ആക്ച്വലി ഞാൻ പേഴ്സണലായിട്ട് എടുത്തൊരു ഡിസിഷൻ തന്നെയാണ്. ആക്ച്വലി അതിനകത്ത് ഇൻഫ്ലുവൻസ് ആരും ചെയ്തിട്ടില്ല, ഞാൻ തന്നെ തിരഞ്ഞെടുത്ത് ഞാൻ തന്നെ ഇതിങ്ങനെ ചെയ്യാം. കണക്ട് ചെയ്തു, അഫ്താബിനെ കണക്ട് ചെയ്തു, അതുപോലെ കുറേ ആൾക്കാരെ കണക്ട് ചെയ്ത് എങ്ങനെ ഇത് പഠിക്കുക, ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഞാൻ ചെയ്തൊരു കാര്യം. അത് ശരിക്കും ഒരു നല്ല ഡിസിഷനായിട്ടോ. കാരണം ഈ കൊറോണേൻ്റെ ശേഷമാണ് ആക്ച്വലി ഏറ്റവും ബൂം ഉണ്ടായത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ആ റൈറ്റ് ടൈമിൽ എനിക്കത് പഠിക്കാൻ പറ്റി എന്നുള്ളതാണ് ആ ഒരു അഡ്വാൻറ്റേജ്. ഈ 2 year അല്ലെങ്കിൽ 3 years എന്ന കരിയർ ബ്രേക്ക് ലേറ്റായിപ്പോയി അല്ലെങ്കിൽ കൂടുതലായിപ്പോയി എന്ന് റിഗ്രറ്റ് ഉണ്ടോ? എനിക്ക് ഇനിഷ്യൽ ആ ഒരു ടൈമിൽ അതൊക്കെ റിഗ്രറ്റാണ്. കാരണം ആ ടൈമിൽ നമുക്കിങ്ങനെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, നമുക്ക് ഭയങ്കര എല്ലാവരോടും ദേഷ്യം തോന്നും, ഹസ്ബൻഡിനോടാണെങ്കിലും തോന്നും, ഫാമിലിനോട് തോന്നും എന്നെ കെട്ടിച്ചല്ലോ ആ ഒരു സമയത്ത്. പക്ഷേ ഇന്നത് ചിന്തിക്കുമ്പോൾ അതൊക്കെ അഡ്വാൻറ്റേജാണ്. ആ ടൈമിൽ ആക്ച്വലി അതൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ട്, കാരണം എനിക്കിപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഉപ്പാക്ക് എന്നെ ഭയങ്കര പ്രൗഡാണ്. അപ്പം ആ ഒരു സമയത്ത് എന്ന് പറയുന്നത് എല്ലാം ഞാൻ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം എല്ലാം അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം ബെറ്ററാന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ ഉണ്ടാവണം, അപ്പോഴാണ് നമ്മൾ ശരിക്കും
ഒന്ന് നമ്മുടെ ബെറ്റർ ഫയർ വേർഷൻ, പുറത്ത് വരുള്ളൂ. നമ്മളെ ബെറ്റർ വേർഷൻ നമുക്ക് അപ്പോഴാണ്, നമ്മളെല്ലാം കംഫർട്ടിൽ ഇരിക്കുമ്പം നമുക്ക് നമ്മുടെ ബെറ്റർ വേർഷൻ വരില്ല. ഓക്കെ തസ്നി, നമ്മൾ ഒരുപാട് കാര്യം ഡിസ്കസ് ചെയ്തു. നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാം. ലൈക്ക് ഈ കരിയർ ബ്രേക്ക് വന്നിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വന്ന സമയത്തുണ്ടായ ഒരു പേടി എന്തെങ്കിലും, ഐ മീൻ പുതിയ കരിയർ സ്റ്റാർട്ട് ചെയ്യാണല്ലോ, എന്തായാലും ഒരു ചലഞ്ചസും ഉണ്ടാവും, ഫിയറും ഉണ്ടാവും. അതൊക്കെ എന്തൊക്കെയായിരുന്നു, അത് എങ്ങനെയാണ് നീ ഓവർകം ചെയ്തത്? ആക്ച്വലി ഫിയർ എന്ന് പറയുമ്പോൾ ഒന്നെന്ന് പറയുന്നത് എനിക്ക് അന്ന് 25,000 ആ റേഞ്ചിലാണ് കോഴ്സ് തന്നെ. ആ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തന്നെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഇത് ഇൻവെസ്റ്റ് ചെയ്ത്, കാരണം എനിക്ക് ഇൻകൊന്നുമില്ല, അപ്പോൾ ഹസ്ബൻഡിൻ്റെ പൈസ വാങ്ങിയിട്ടാണല്ലോ നമ്മളിത് ചെയ്യണേ. അപ്പോൾ ഇത് വർക്കൗട്ട് ആയില്ലെങ്കിലോ എന്നുള്ളൊരു ഫിയർ ഡെഫിനറ്റ്ലി ഉണ്ട്. പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടുമോ എന്നുള്ളത് ഇപ്പം എനിക്കൊന്ന് ഈ ഒരു സ്റ്റേജിലൂടെ തന്നെ ആയിരിക്കും എല്ലാവരും കടന്നു പോയിട്ടാണ് ഒരു നെക്സ്റ്റ് ഒരു ലെവലിലോട്ട് എത്തുക. അപ്പോൾ ആ ഒരു ഫിയർ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മോന് ഞാൻ പറഞ്ഞ പോലെ 6 മന്താണ്, അപ്പോൾ ഇവനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യും, ആ ഒരു ഫിയർ ഉണ്ടായിരുന്നു. പിന്നെ ജോബ് കിട്ടിയാൽ എനിക്ക് ടൈമിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഇതെങ്ങനെയാണെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയുക, നമുക്ക് ചെയ്ത് നോക്കാമെന്നുള്ളൊരു സാധനം ആണ് ഉണ്ടായിരുന്നത്. റിസ്ക് എടുത്തു ആക്ച്വലി അങ്ങനെ പറയാം. നമ്മൾ ശരിക്കും ആ റിസ്ക് എടുക്കുക ചെയ്തത്. അപ്പോഴും നമുക്കിവിടെ ഈ ഒരു മീൻസ് ഫാമിലിൻ്റെ സപ്പോർട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് നമുക്ക് ആ ഒരു ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഉണ്ടായിരുന്ന ബിഗ്ഗസ്റ്റ് ചാലഞ്ചസ് എന്തായിരുന്നു, ഐ മീൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്? ഏറ്റവും ചാലഞ്ച് എന്ന് പറയുന്നത് ഒന്ന്, ഇത് ഓൺലൈൻ ക്ലാസ് ആണ്. 8 o'clock ആ ടൈമിലാകുമ്പോഴത്തേക്കും ഫുഡ് എല്ലാം ഉണ്ടാക്കി വെച്ച് പിന്നെ ഫാമിലിക്ക് എല്ലാവരും കൊടുത്ത് മോനും കൊടുത്ത് ആ ടൈമിൽ കയറുക എന്നുള്ളത് ഭയങ്കര ചാലഞ്ചായിരുന്നു. അപ്പം ഈ ഒരു അവിടെ എന്ന് വെച്ചാൽ റെക്കോർഡിങ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ കയറി പഠിക്കണം. അപ്പോൾ അത് പലപ്പോഴും എനിക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു 8, 7 ആ ടൈമിൽ, അപ്പോൾ ഈ മോനെ ഉറക്കണ ടൈം, അത് ആ ഒരു ടൈമിലോട്ട് നമ്മൾ ഓക്കെ ആവുക എന്നുള്ളത് ഭയങ്കര ചാലഞ്ചായിരുന്നു. അങ്ങനെ ടൈം മാനേജ്മെന്റ് ചെയ്തിട്ടാണ് ആ റിസ്ക്, ഐ മീൻ കുറേ സാക്രിഫൈസും ചെയ്തിട്ടാണ്. സാക്രിഫൈസ് ഉണ്ട്. പിന്നെ കുറേ നമ്മൾ ചിലപ്പോൾ നേരത്തെ എണീക്കും, ലേറ്റായി കിടക്കും, കുറേ കാര്യങ്ങൾ. കാരണം ആദ്യമൊക്കെ ഇനിഷ്യൽ ലെവലിലൊക്കെ ഇപ്പം എന്ന് പറയുന്നത് ഞാൻ 10 മണിക്ക് ഉറങ്ങും. പണ്ടൊക്കെ 10 മണിക്ക് ഉറങ്ങും, 6 മണിക്ക് എണീക്കുള്ളൂ. എനിക്ക് സ്ലീപ്പ് ഭയങ്കര. പക്ഷേ ആ സമയത്തൊക്കെ അതെനിക്ക് തോന്നുന്നു ഇപ്പം ഫൗണ്ടേഴ്സ് ആണെങ്കിലും ഇപ്പം നമ്മൾ ജസ്റ്റ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഇനിഷ്യൽ ലെവലിൽ നമ്മൾ അങ്ങനെ കുറേ സാക്രിഫൈസ് ചെയ്യും. അപ്പോൾ നമ്മൾ പറയും നമ്മൾ ഉറക്കം കളയരുത്, എല്ലാം പ്രോപ്പറാണ്. ഇനിഷ്യൽ ലെവൽ ശരിക്കും അതൊക്കെ ചെയ്താലേ നമുക്ക് നാളെ ഒരു ബെറ്റർ ആയിട്ടുള്ള ലൈഫ് ഉണ്ടാവുള്ളൂ. എല്ലാവരും നേരെ തിരിച്ചാണ് പറയാറ്, ഹെൽത്ത് നോക്കണം. പക്ഷേ ഇനിഷ്യൽ എനിക്ക് നമ്മൾ ഭയങ്കര കംഫർട്ടായിട്ട് എല്ലാം ഈസി ആയാലും എന്താ നമുക്ക് അവിടെ ഒരു ഇതുണ്ടാവില്ല. പിന്നെ ലേറ്റർ ഇതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്കെല്ലാം നോർമലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ തെസ്നിയെ പോലെ ഒരുപാട് ആളുകളുണ്ട്, ലൈക്ക് മാരീഡ്, കുട്ടികളുണ്ട്, ഹസ്ബൻഡുണ്ട്, പാരൻസ് ഉണ്ട്, ആൻഡ് കരിയർ ബ്രേക്ക് വന്നിട്ടുണ്ട്. ഇവരൊക്കെ ഈ റിസ്ക് എടുക്കാൻ പേടിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്, അതല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാൻ പേടിച്ചിരിക്കുന്ന ആളുകളാണ്. അവരോട് എന്താണ് പറയാനുള്ളത്? ആക്ച്വലി നമ്മളെ പുഷ് ചെയ്യുക, നമ്മൾ തന്നെ അതിനകത്തൊരു എഫേർട്ട് ഇട്ടിട്ട് അതിൽ നിന്ന് വരിക എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഇത് എല്ലാവരും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 80% ലേഡീസും ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു. പ്രത്യേകിച്ച് നമുക്ക് ഡെലിവറി കഴിയുമ്പോൾ എന്താണെങ്കിലും ആ ഒരു ബ്രേക്ക്, ചിലപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പം ബ്രേക്ക് എടുത്തിട്ടുണ്ടാവില്ല, പക്ഷെ ഒരു ഡെലിവറി കഴിയുമ്പം അത് എല്ലാ ലേഡീസിൻ്റെ ഒരു കരിയറിലും വരുന്ന ഗ്യാപ്പാണ്. അപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. കാരണം നമുക്ക് അതും ആക്ച്വലി പാർട്ട് ഓഫ് ലൈഫ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു സോണിൽ നിന്ന് ഇറങ്ങണം. എപ്പോഴും അതെൻ്റെ ഒരു വിധി, ഞാനിങ്ങനെയാണ് എന്നുള്ളൊരു സ്ഥാനത്ത് നിന്ന് നമ്മൾ ആ ഒരു കംഫർട്ട് സ്പേസിൽ നിന്ന് ഇറങ്ങി നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം കണ്ടുപിടിക്കണം. അവിടെയാണ് ആക്ച്വലി നമുക്ക് നമ്മളെ ഒന്ന് അറിയാൻ പറ്റുക. അവർക്ക് എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെൽപ്ഫുൾ ആവും? അത് ഞാൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെയൊക്കെ ബെറ്റർ ആവണമെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അത്രയും വൈഡ് സ്കോപ്പ് അതിന്. പിന്നെ വെച്ചാൽ അത്രയും ബൂമിംഗ് ആണ്. പിന്നെ നമുക്ക് കരിയർ ഓപ്ഷൻസ് കൂടുതലാണ്. ലേഡീസിന് ഏറ്റവും ഞാൻ പറയുമ്പോൾ ഏറ്റവും ഒരു പ്രോപ്പറായിട്ടുള്ള കരിയറാണ്. പണ്ട് നമ്മൾ പറയും ടീച്ചിങ് കരിയറാണ് മറ്റേ ലേഡീസിന് ഏറ്റവും, എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കരിയറാണ് ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിന് കുറേ വേർട്ടിക്കൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വേർട്ടിക്കൽസിൽ നമുക്ക് എവിടെയാണ് നമ്മളെ കഴിവുള്ള അതിൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യാം. അതൊന്ന് പറയാൻ പറ്റുമോ വേർട്ടിക്കൽസ് ഒക്കെ? ഇപ്പോൾ നമുക്ക് ഒന്ന് പെർഫോമൻസ് മാർക്കറ്റിംഗ്, പിന്നെ നമുക്ക് സോഷ്യൽ മീഡിയ, പിന്നെ വെബ് ഡെവലപ്മെൻറ്റ്, SEO, കോണ്ടന്റ് പ്രൊഡക്ഷൻ, ഇതെല്ലാം. അപ്പോൾ നമ്മൾക്ക് ഇപ്പം ഞാൻ കുറച്ചുകൂടെ ഫിനാൻസിൽ കുറച്ച് ബെറ്റർ ആയതുകൊണ്ട് എനിക്ക് പെർഫോമൻസ് മാർക്കറ്റിംഗ് ആണ് കുറച്ചുകൂടെ എൻ്റെ ഒരു കപ്പ് ഓഫ് ടീ എന്ന് പറയുന്നത്. അപ്പോൾ ചിലവർക്ക് ശരിക്കും നല്ല കോണ്ടന്റ് ക്രിയേഷൻ ഐഡിയാസും കാര്യം, അപ്പോൾ ആ ഫീൽഡിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു കോഴ്സ് നമ്മൾ പഠിക്കണം. അപ്പോഴാണ് നമുക്ക് ഇതിനകത്ത് ഏതാണ് നമ്മളതെന്ന് മനസ്സിലാവുക, എന്നിട്ട് അതിൽ സ്പെഷ്യലൈസ് ചെയ്യാന്നുള്ളതാണ്. ഈ പറഞ്ഞ സാധനം എന്ന് വെച്ചാൽ ഇപ്പോൾ നീ പറഞ്ഞു നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ ടേസ്റ്റ് ചെയ്താന്ന് മനസ്സിലാക്കണമെന്നത്. സോ അതിനുവേണ്ടി നമ്മുടെ കോഴ്സ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ
ഫസ്റ്റത്തെ കുറച്ച് മാസം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ എല്ലാം പഠിപ്പിക്കും. Yes. എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ ഇൻറ്റേൺഷിപ്പ് നീ പറഞ്ഞിട്ടുള്ള അവർക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് ഇവർ ഇവാലുവേറ്റ് ചെയ്യും. ഇപ്പോൾ നീ നമ്മുടെ സ്റ്റുഡൻ്റായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് കഴിയുന്നവരെ നമ്മൾ നിന്നെ മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. നിൻ്റെ ബിഹേവിയർ അനാലിസിസ്, നമുക്ക് എന്തൊക്കെ അനാലിസിസ് നിന്നെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്ത് നിൻ്റെ ടെസ്റ്റ് റിസൾട്ട്സ് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ അൽഗോരിതംസിൽ നിന്നെ ഓക്കെ തെസ്നി നീ ഇതായിരിക്കും നിനക്ക് ബെറ്റർ, നിനക്ക് കോണ്ടന്റ് ക്രിയേഷൻ ആയിരിക്കും ബെറ്റർ, നിനക്ക് പെർഫോമൻസ് മാർക്കറ്റിംഗ് ബെറ്റർ എന്ന രീതിയിൽ നമ്മൾ നിങ്ങൾക്കൊരു റിപ്പോർട്ട് കാർഡ് തരും. അത് ആക്ച്വലി എനിക്കൊന്ന് ഭയങ്കര അടിപൊളിയായിട്ട്, കാരണം എല്ലാ അക്കാഡമീസും അങ്ങനെ കൊടുക്കുന്നില്ല. ആ റിപ്പോർട്ട് കാർഡ് അനുസരിച്ചായിരിക്കും നിനക്ക് ലാസ്റ്റത്തെ 1 or 2 months ഇന്റേൺഷിപ്പ് ഉണ്ടാവുക. അപ്പോൾ നിനക്ക് നീ നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് യു വിൽ ബി എ സ്പെഷ്യലൈസ്ഡ് പേഴ്സൺ ആൻഡ് ബട്ട് എല്ലാ ഇൻഡസ്ട്രിയും അറിയാം. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ എല്ലാം അറിയും ചെയ്യാം ആൻഡ് ഒന്നിലെന്ത് ചെയ്യും ഡീപ്പായിട്ട് പോവുകയും ചെയ്യും. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്ലേസ്മെൻറ്റ് ഈസിലി കൊടുക്കാനും പറ്റും. അതേപോലെ തന്നെ അവർക്ക് സാലറി കമ്പാരിറ്റീവ്ലി ഹൈയിലും നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അതാണ് ആ ഒരു സ്പെഷ്യലൈസേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ആക്ച്വലി എനിക്ക് യൂണിക് ഫീച്ചേഴ്സ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വന്നിട്ടുള്ള ഫസ്റ്റ് സാലറി എത്രയാണ്, അതേപോലെ ആ ഫസ്റ്റ് സാലറി എങ്ങനെ സ്പെൻഡ് ചെയ്തത്? ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വന്നപ്പോഴത്തേനും ഫസ്റ്റ് സാലറി എന്ന് പറഞ്ഞാൽ 10K ആണ്. പക്ഷേ ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് എനിക്ക് കിട്ടുന്ന ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റ് ആഡിങ്ങിൽ ചെയ്ത സമയത്ത് എനിക്ക് 1000. അപ്പോൾ അത് കിട്ടിയപ്പോൾ എന്ന് വെച്ചാൽ ഫസ്റ്റ് ആക്ച്വലി ഞാൻ ചെയ്തത് ഉമ്മാക്കും ഉപ്പാക്കും ഡ്രസ്സ് എടുത്ത് കൊടുക്കുക എന്നുള്ളത്. അല്ല 10K ആക്ച്വലി ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞപ്പോൾ ആ ഒരു സാലറി ഫസ്റ്റ് അവർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കുക. പിന്നെ ഇപ്പോൾ ഫസ്റ്റിനുണ്ട് എൻ്റെ ഏട്ടൻ്റെ വൈഫാണ്, അപ്പോൾ ഞങ്ങൾ ഭയങ്കര ക്ലോസാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയുള്ള ആൾക്കാർക്ക് ഗിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ടൈമായിരുന്നു. ചെറുതാണെങ്കിലും നമുക്കത് ഭയങ്കര വാല്യൂ ഉള്ള, നമ്മൾ ഹാർഡ് ഏൺ ചെയ്ത മണി നമ്മൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാം. അതെ അതെ യെസ്. അതിന് ഞാൻ അങ്ങനെ പറയാൻ അങ്ങനെ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിംഗ് കോപ്പിയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് എന്താണ് നമ്മുടെ മീൻ മറ്റുള്ളവർ ഇപ്പോൾ നമ്മൾ എസ്പെഷ്യലി നമ്മൾ മാരീഡ് ആയി കഴിഞ്ഞാൽ, നിങ്ങൾ മാരീഡ് ആയി കഴിഞ്ഞാൽ ഹസ്ബൻഡ് വിൽ പ്രൊവൈഡ് എന്നാണ് പറയാറ്. ബട്ട് നമ്മൾ ഏൺ ചെയ്ത മണിയിൽ നിന്ന് അവർക്ക് നമുക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, റൈറ്റ്? പിന്നെ അതുപോലെ നമുക്ക് ഈ മാരേജ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സ്വന്തം ഉപ്പാക്കും ഉമ്മാക്കും ഒന്ന് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ ഉള്ളത് അത് എപ്പോഴും ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിക്കുന്നത് നമുക്ക് എപ്പോഴും ഓക്കെ ആയിരിക്കില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുമ്പം നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മളെ ഇത്രയും പഠിപ്പിച്ച് നമ്മളെ എത്തിച്ച ആൾക്കാരല്ലേ, അപ്പോൾ നമ്മൾ റെസ്പോൺസിബിൾ ആണ് ആക്ച്വലി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് പറ്റിയ ഒരു ബെസ്റ്റ് കരിയറാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. യെസ്, എസ്പെഷ്യലി. ഓക്കെ, ഇനി അവിടെ എനിക്കൊരു വേറെ ക്വസ്റ്റ്യൻ ഉള്ളത്, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് യു ആർ ഏണിംഗ് മോർ ദാൻ 1 lakh. യെസ്, ആക്ച്വലി നമുക്ക് ഈസി ആയിട്ട് മോർ ദാൻ 1 lakh ചെയ്യാം. അതിലേക്ക് എത്തിപ്പെട്ട ജേണിയിലുണ്ടായിരുന്ന ബിഗ്ഗസ്റ്റ് ലേണിംഗ് എന്താണ്? ആക്ച്വലി ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്ക് നമ്മളെ പറ്റി അറിയില്ല. നമ്മൾ ഏറ്റവും ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും, ആക്ച്വലി ചെറിയ പൈസക്ക് ചെയ്ത് കൊടുക്കും. പിന്നെ ഒരു പോയിന്റിലാണ് നമുക്ക് നമ്മളെ വാല്യൂ മനസ്സിലാവുക. അപ്പം അങ്ങനെ മനസ്സിലാവുന്ന ടൈമിലാണ് ആക്ച്വലി നമ്മൾ ഫിനാൻഷ്യലി നമുക്ക് സ്കെയിൽ ചെയ്യാനും നമുക്ക് കുറച്ച് ബെറ്ററായിട്ട് കിട്ടുന്നുണ്ടാവുക. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരുന്നിട്ട് ഒരു അമ്മയായ ഒരു വൈഫായ ഒരാൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ത്രൂ 1 lakh above ഇൻകം ഈസിലി ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയണത്. യെസ്, ഡെഫിനറ്റ്ലി. ഓക്കെ, അതെനിക്ക് അഷ്വർ ചെയ്യാൻ പറ്റും, കാരണം ആക്ച്വലി ഞാനത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് എനിക്കത് പറയാൻ പറ്റും. ഓക്കെ, ഗ്രേറ്റ്. ഞാൻ മനസ്സിലാക്കുന്ന തെസ്നിക്ക് ഒരുപാട് ഗ്രൗണ്ട് സപ്പോർട്ട് കൂടുതലായിരുന്നു. ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ട്. ലൈക്ക് ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും പാരൻസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ദേ ആർ സപ്പോർട്ടിങ് യു, ആൻഡ് ഒരുപാട് ആളുകൾക്ക് അത് കിട്ടുന്നില്ല. അത് അപ്പോൾ അതൊരു റിയാലിറ്റിയാണ്. സോ അവരെങ്ങനെ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയറിലേക്ക് എത്തിപ്പെടാൻ പറ്റും, എന്തൊക്കെ റിസ്ക് അവർ ഓവർകം ചെയ്യേണ്ടി വരും? ഈ ഒരു മത എന്നുള്ള പെർസ്പെക്റ്റീവിൽ പറയാം. കാരണം നമ്മൾ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആദ്യം നമ്മളിത് പഠിക്കണമല്ലോ, നമുക്ക് ചെയ്യുന്നതിന് മുന്നേ അത് പഠിക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു സപ്പോർട്ട് ഇല്ലാണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണം, നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും. വീട്ടിലത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടി വരും, കുട്ടീനെ നോക്കണം, പഠിക്കണം. അപ്പോൾ അത് ആക്ച്വലി നമ്മളൊരു പരിധി വരെ നമ്മൾ ഈ വീട്ടിലത്തെ കാര്യങ്ങൾ കുറച്ച് ചെയ്യുക. മറ്റേ നമ്മൾ അതും എല്ലാം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഹെൽപ്പ് സീക്ക് ചെയ്യാം, ചിലവർ ചെയ്യില്ല, നമുക്ക് ഹെൽപ്പ് ചെയ്യില്ല. അപ്പോൾ എനിക്ക് കിട്ടിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഞാൻ പഠിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പം
എൻ്റെ ചുറ്റുമുള്ളവർ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ മോന് എന്നേക്കാളും ഇഷ്ടമാണ് ഹസ്ബൻഡിന് ഉപ്പാനെ. കാരണം ആള് ഉപ്പ ഉണ്ടെങ്കിൽ ശരിക്കും ആൾക്ക് എന്നെ വേണ്ട. അപ്പം എനിക്ക് ആക്ച്വലി ഉപ്പ എന്ന് പറയുമ്പോൾ എൻ്റെ ഉപ്പ എങ്ങനെയാണ്, എനിക്ക് അത്രയും കണക്ഷൻ ഉള്ളൊരു ആളാണ്. അപ്പോൾ ആള് മോൻ്റെ ഒപ്പം കളിക്കും, എല്ലാം ചെയ്യും. ഓക്കെ, അപ്പോൾ അത് എനിക്ക് കിട്ടിയ അഡ്വാൻറ്റേജാണ്. പക്ഷെ എനിക്ക് തോന്നുന്നൊരു 80% ആൾക്കാർക്ക് അത് കിട്ടണം എന്നില്ല. കാരണം നമ്മൾ പുതിയൊരു സ്ഥലത്തെത്താണ്, നമ്മുടെ വീട്ടിലല്ല. അപ്പോൾ നമുക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കുക, അവിടെ ശരിക്കും നമുക്കൊരു സ്ട്രഗിൾ തന്നെയാണ്. അത് നമ്മൾ ഓവർകം മീൻസ് എങ്ങനെ ഓവർകം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ ഗോ ത്രൂ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമ്മളവിടെ ഗിവ് അപ്പ് ചെയ്യരുത്. പക്ഷേ ഞാനത് കാണുന്നത് വെച്ചാൽ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൺലൈനിൽ പഠിക്കാൻ പറ്റും. സോ ആ ഒരു പഠനത്തിന് വേണ്ടി ഒരു സമയം മാറ്റി വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ഒരു ചെറുതായിട്ടൊരു ഇൻകം ഒരു സൈഡിൽ കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ, ഐ മീൻ നമ്മുടെ ഫാമിലി കോഴ്സിലേക്ക് നമുക്കൊരു ബഡ്ജറ്റ് നമ്മുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ദേ വിൽ അക്സെപ്റ്റ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ ഇനിഷ്യൽ ലെവലിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ബട്ട് ആ ഒരു ഇൻകം ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടാം. ഇപ്പം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക വെച്ചാൽ പുറത്ത് പോയി ജോലി ചെയ്യേണ്ടി വരും. ഐ മീൻ ഫാമിലി വിട്ട് പിരിഞ്ഞ് പുറത്ത് പോയി ജോലി ചെയ്യേണ്ടി വരും എന്നുള്ള പേടിയാണ് എല്ലാവർക്കും. ലൈക്ക് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ നീ വയനാടാണ്, ഇപ്പം നല്ലൊരു കമ്പനിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജോലി കിട്ടണമെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ കൊച്ചിയിൽ അല്ലെങ്കിൽ ബാംഗ്ലൂർ പോകേണ്ടി വരും. ബട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിലിരുന്നു കൊണ്ട് കാര്യങ്ങൾ പഠിക്കാനും പറ്റും, ജോലി ചെയ്യാനും പറ്റും, നല്ല ഇൻകം ഏൺ ചെയ്യാനും പറ്റും. റൈറ്റ്? ഒരുപാട് പെൺകുട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് വുമൻസ് എന്താണ് അവർ ഈ പറഞ്ഞ റിസ്ക് എടുക്കാണ്ട് അതല്ലെങ്കിൽ ഒരുപാട് എക്സ്ക്യൂസസ് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യാത്ത ഒരു കരിയറിലേക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാത്തത് ആഫ്റ്റർ മാരേജ്. സോ അങ്ങനത്തെ ആളുകളോട് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എത്രത്തോളം ഉണ്ടെന്ന് എങ്ങനെ നിങ്ങൾ പറഞ്ഞു കൊടുക്കും? ആക്ച്വലി ഞാൻ പറയുമ്പം ഇതെല്ലാവർക്കും, ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഇതിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ ബാക്കി പറയുന്ന എല്ലാം എക്സ്ക്യൂസസ് ആണ്. എനിക്ക് കുട്ടിയുണ്ട്, എനിക്ക് വീട് നോക്കണം, അതൊക്കെ എക്സ്ക്യൂസസ് ആണ് ആക്ച്വലി. അപ്പോൾ നമുക്ക് ഇത്രയും, കാരണം മുന്നേ ഒന്നും ഇത്ര ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. നമുക്ക് ഈ കാര്യങ്ങൾ ഇതിൻ്റെ ഇപ്പോൾ നമുക്കറിയാം വെബിനാർസ് വരെ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമുക്ക് ഏത് രീതിയിൽ നമുക്ക് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ള ഇഷ്ടംപോലെ വെബിനാർസ്, യൂട്യൂബ് വീഡിയോസ്, നമുക്ക് ആക്ച്വലി അത്രയും റിസോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ എന്താ പറയുക, മുന്നേ ആണെങ്കിൽ നമുക്ക് ഇത്ര അവെയർ അല്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് എക്സ്ക്യൂസസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത്രയും കോഴ്സസ് ഉണ്ട്, ഓൺലൈനിൽ അവൈലബിൾ ആണ്, എല്ലാം നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. പിന്നെ ഇതിൻ്റെ പൊട്ടൻഷ്യൽ ആണെങ്കിലും അതുപോലെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഫീസിബിലിറ്റി എല്ലാം നോക്കുമ്പോൾ അത്രയും ബെറ്റർ ഓപ്ഷൻ നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ എക്സ്ക്യൂസ് പറയുന്നത്? അപ്പോൾ അത് നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ആൾക്കാരും പ്രശ്നമാണെന്നേ ഞാൻ പറയുള്ളൂ.